എന്തുവാണ് ഈ സുവിശേഷം? അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയാണ്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. 2:8 തീമത്തിയോസിന്റെ 2-ാം പുസ്തകം 2:8 ഒന്ന് വായിച്ചോ കർത്തൃദാസനെ. അറിവുള്ള വാക്യമാ, എന്നാലും ഇത് വേദപുസ്തകത്തിലെ തന്നെയാണെന്ന് കേൾവിക്കാർക്കൊന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇതാണ് സുവിശേഷം. സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, ആൾക്കാരെ മോട്ടിക്കുകയല്ല, ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുകയല്ല. വാത്തോരനുകൾ കൊണ്ട് മനുഷ്യനെ ആകർഷിച്ച് കൂടെ കൂട്ടുകയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റേതുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് വായിച്ചു കേട്ടു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാ സുവിശേഷം. ഈ സുവിശേഷം ഒരു വിഭാഗത്തിൻ്റെതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, അതൊരു വിഭാഗത്തിന്റെ അല്ല. ഞാൻ എപ്പോഴും പറയും, കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, CSI, സാൽവേഷൻ ആർമി, പെന്തിക്കോസ്, ബ്രദർ, അതിൽ തന്നെ പല വകുപ്പുകളുണ്ട്. ഇവരുടെ ആരുടെയും കുടുംബസ്വത്തല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും യേശുവിനെ ആരാധിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും അനുഗമിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യാം. കാരണം യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആർക്കും വരാം. കറുത്തവനും വരാം, വെളുത്തവനും വരാം, ഇരുനിറക്കാരനും വരാം, വെള്ളപ്പാണ്ടുള്ളവനും വരാം, വിളറിയവനും വരാം, നീളം കുറഞ്ഞ പുള്ളിക്കും വരാം, നീളമുള്ള പുള്ളിക്കും വരാം. ലോകം അങ്ങനെയൊക്കെ തരംതിരിവ് വെച്ചിരിക്കുകയാണല്ലോ. താഴേക്കിടയിൽ പെട്ടവരെന്ന് ചിലർ പറയുന്നു, അവർക്കും വരാം. മേലെ ഉള്ളവരുണ്ട്, അവർക്കും വരാം. പണ്ഡിതനും പാമരനും ദരിദ്രനും കുചേലനും കുബേരനും എല്ലാവരും ആർക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. കൊച്ചു പിള്ളേർക്കും വരാം. എന്നാലും യേശു പറഞ്ഞ തടയരുതെന്നാ പറഞ്ഞു. തടയരുത്, അതുങ്ങളെ തടയരുത്. സഹോദരിമാർക്കും വരാം. 25 എണ്ണ ലില്ലിക്കുട്ടിക്കും വരാം, 35 മേരിക്കുട്ടിക്കും വരാം, നടക്കാൻ മേലാത്ത തള്ള തങ്കയ്ക്കും വരാം. ആർക്കും, ഏത് പ്രായക്കാർക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. അപ്പച്ചനും വരാം, അമ്മച്ചിക്കും വരാം, കുഞ്ഞുങ്ങൾക്കും വരാം, ഏത് സമയത്തും വരാം. യേശുവിനെ പുള്ളി 10 മുതലേ മുഖം കാണിക്കുള്ളൂ, അങ്ങനൊന്നുമില്ല. ഏത് സമയത്തും അർദ്ധരാത്രിയിലും വരാം. അവിടെ നിന്ന് ഉറങ്ങുന്നില്ലല്ലോ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാളകന്താർ ഇല്ലെനിക്കു ഖേദമൊട്ടും
ഏത് സമയത്തും യേശുവിന്റെ അടുക്ക വരാം. ആർക്കും വരാം. യോഗ്യമായ വസ്ത്രം ധരിച്ച് ഏത് കളറാന്നേലും വരാം. മനസ്സിലായല്ലോ? യോഗ്യമായിരിക്കണം, കുഴപ്പി വരരുത്. അപ്പൊ ആർക്കും വരാം, ഏത് സമയത്തും വരാം, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും വരാം, അടുക്ക വരാം. അല്ലാതെ ഞങ്ങൾ കുറെ പേര് അടുത്തിരിക്കും, നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് മാറി ഇരിക്കണം, ഇല്ല അവരെ ഏറ്റവും പുറകിരിക്കണം, മറ്റവരെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്, അങ്ങനൊന്നുമില്ല. ആർക്കും അടുത്ത് വരാം. അതാ യേശു ക്രിസ്തു. ഏത് വിധത്തിൽപ്പെട്ട വ്യക്തിക്കും വരാം, മഹാഭാവിക്കും വരാം യേശുവിന്റെ അടുക്കൽ. നീ മഹാഭാവിയാ, ഇങ്ങോട്ട് കയറരുത്. അല്ലല്ല, നീ ആദ്യം വരേണ്ടത്. നിനക്ക് കാശില്ല, പുത്തനില്ല, കളറില്ല, നിറവില്ല, നീ ആദ്യം വരണ്ടേ. നിനക്ക് വേണ്ടിയാ യേശു ഇങ്ങോട്ട് വന്നേക്കുന്നത്. ദൈവത്തിന് മഹത്വം. മറ്റ് നിലകളിലൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും വേർതിരിവുണ്ട്. ഞങ്ങള് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരും മറ്റവര് ഇച്ചിരി അകന്ന ആൾക്കാരും ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്, നിങ്ങൾ ആരും ഇത് ചെയ്യരുത്, ചെയ്താലോട്ട് ഒക്കുകയല്ല. ഞങ്ങൾ ചെയ്യുന്നത് ആ പുള്ളിക്ക് പ്രസാദം. അല്ലല്ല, ഏത് പാപിയെയും സ്നേഹിക്കുന്നവനായ യേശു. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് മുമ്പോട്ട് പോകാം. സുവിശേഷം അത് യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം മനപാഠമാ, എങ്കിലും ഒന്ന് വായിച്ചോ. തീത്തോസ് 2:11. അവരുടെ വായി അടയ്ക്കേണ്ടതാകുന്നു. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിട്ട് ഭക്തികേടും പ്രപഞ്ചമോഹനം വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തനും ജീവിക്കേണ്ടതിന് അത് നമ്മെ സൃഷ്ടിച്ചു വളർത്തുന്നു. എന്തായാലും അവിടെ ഇരുന്ന് അദ്ദേഹം ഇവിടെ വന്നത് ഗുണമായി. ഇവിടെ ആരും ഇരിക്കണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ കൊടുത്തിരിക്കുന്ന പണം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, എല്ലാവർക്കും രക്ഷപ്പെടാൻ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സകല മനുഷ്യരും. ആ രക്ഷപ്പെടുന്നതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. എന്റെ ഭാഷയാ, കയ്യും കാലും ഒന്നും പൊക്കുകയും വേണ്ട, അഭ്യാസമുറയൊന്നും കാണിക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയവേദനയോടെ ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം. എൻ്റെ യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. എന്നെ അവിടുത്തെ മകളാക്കി, മകനാക്കി, പൈതലാക്കി തീർക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അതായത് ഇതിന്റെ വിശേഷത. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. സങ്കീർത്തനം 49:1 വായിച്ചു. 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. അപ്പൊ ഇതെല്ലാരും കേൾക്കണം, എല്ലാരും കേൾക്കണം. മുനിയറക്കാര് മാത്രം കേട്ടാ പോരാ, എല്ലാരും കേൾക്കണം. പാടത്തോടുകാരും കേൾക്കണം,
പൈനാവിലുള്ളവരും കേൾക്കണം. പൈനാവ് മണിക്കൻകുടിയിലുള്ളവരും കേൾക്കണം. കമ്പിളിക്കണ്ടക്കാരും കേൾക്കണം. ഹൈറേഞ്ചിലുള്ള എല്ലാവരും കേൾക്കണം. അല്ല, കേരളത്തിലുള്ള എല്ലാവരും കേൾക്കണം. ഇന്ത്യയിലുള്ള മുഴുവൻ എണ്ണവും കേൾക്കണം. ലോകം മുഴുവൻ കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന വാർത്തയാ സുവിശേഷം. ഞാനെപ്പോഴും പറയും, മറ്റു വാർത്തകളൊന്നും എല്ലാവർക്കും കേൾക്കാനും പറ്റുകയില്ല. കേട്ടാൽ സുഖവുമല്ല, തന്നെയല്ല എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാം പറയാനും ഒക്കത്തില്ല. ചിലര് വർത്താനം പറഞ്ഞ എഴുതിട്ട് പോണം. മൂത്തവര് വർത്താനം പറയുന്നതിനിടയിൽ കയറി മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. ഉച്ചങ്ങ് കേൾക്കാൻ പറ്റാത്തതൊക്കെയാ പറഞ്ഞത്. അങ്ങനെ മിക്കവരും അങ്ങനെ ആയുള്ളൊരു വർത്താനം പറഞ്ഞ ആയുള്ളൊരു നല്ലതല്ലല്ലോ പറയുന്നത്. നല്ലതായിരുന്നെ കൊച്ചുങ്ങ കൂടെ കേൾക്കരുതായിരുന്നു. ഇവിടെ ഉണ്ട് ടൈപ്പൊക്കെ. എന്നാൽ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. പ്രായമുള്ളവർക്കും കേൾക്കാണ്ട് കൊച്ചുങ്ങളൊക്കെ ഇരിക്കുന്ന നാട്ടില്ലയോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കേട്ടോ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കും കേൾക്കാം, പ്രായമുള്ളവർക്കും കേൾക്കാം, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, സുവിശേഷം. അതെവിടെയും പറയാം. അതായത് സുവിശേഷത്തിന്റെ വിശേഷത. നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. ആരോടും പറയാം. ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി, പക്ഷെ ഇത് ആരോടും പറയാം. സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. ഇത് കേട്ടാലുള്ള ഗുണം എന്നാ? ലൂക്കോസ് 2:8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചു. കേട്ടാലുള്ള ഗുണം. ലൂക്കോസ് 2:8 മുതൽ 13 വരെ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയത്. ദിവ്യദാസൻ എന്ന് വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടുംകൂടുത കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവിടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർ ഭയവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, പിന്നെ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവിന്റെ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണം നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് നടന്ന പ്രാരംഭ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ഇപ്പം ഒരു വരിയൊക്കെ പാടാൻ പറ്റുമോ? അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. യേശുക്രിസ്തു, അതാ സുവിശേഷം. ആ സുവിശേഷത്താൽ എന്തോ ഗുണമുള്ളത്. ആ കണ്ണിക നിങ്ങൾ പഠിച്ചാൽ ഇങ്ങനെ പറയാം. സുവിശേഷം കേട്ടാൽ സുവിശേഷത്താലുള്ള ഗുണം ഒന്ന്, ഇരുട്ട് മാറും. കാരണം ഈ സംഭവം രാത്രിയിൽ കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി. ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. മോള് മൊബൈൽ താത്ത് വെച്ച് വേദപുസ്തകം എടുക്കുക. നീ ഏതേലും ആട്ടെ, മൊബൈൽ കുഞ്ഞ് വേദപുസ്തകം എടുക്കും. മോനെ, നിനക്ക് അത്യാവശ്യം കാണാണ്ട് അവര് ലൈവ് ചെയ്യുന്നുണ്ട്, പിന്നെ കാണാൻ അതെടുത്ത്
അപ്പൊ ശ്രദ്ധിച്ചേ, ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. എത്രയോ വ്യക്തികളുടെ ഇരുട്ട് മാറി, എത്രയോ കുടുംബങ്ങളുടെ ഇരുട്ട് മാറി, ഏതൊക്കെ പ്രദേശത്തിന്റെ ഇരുട്ട് മാറി. ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന പലർക്കും സാക്ഷ്യം പറയാനുണ്ട്. ഇരുട്ട് 3 കാര്യത്തെ കാണിക്കുന്നതാ വേദപുസ്തകം പഠിക്കുമ്പം. 1, ഇരുട്ട് പാപം. 2, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നു. അപ്പൊ പാപം, പിശാച്, നരകം, വാക്യങ്ങളുണ്ട്, ഇപ്പം എടുപ്പിക്കുന്നില്ല. GPM-കാര് പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്. ഇന്നെല്ലാം ഒരേ വരിയെ പാടുകയുള്ളൂ. നിങ്ങൾ വായിക്കാതിരിക്കുന്ന നല്ലത്, ഒരു വരിയെ പാടുന്നുള്ളൂ. അതേ ഒക്കുള്ളൂ. നിങ്ങൾ തുടങ്ങി വരുമ്പോൾ ഞാൻ നിർത്തും. പിന്നെ നിങ്ങളും പറയും ഇയാൾ എന്നെ ഇങ്ങനെ. ഒരു വരിക്കും വായിക്കാവല്ലോ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ട് നാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം, ഒളിയിൻ സർവായുധം വർഗം ധരിക്കണേ, ഒളിയിൻ സർവായുധ വർഗം ധരിക്കണേ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം, ഒളിയിൻ സർവായുധം വർഗം ധരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ട് പാപത്തെയും പിശാചിനെയും നരകത്തെ കാണിക്കുന്നതാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിച്ചവര് ഇതിനകത്തിരിപ്പുണ്ട്. മുൻകാലത്ത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശക്കാർക്കും സ്വൈര്യക്കേട് വരുത്തിയ പല ആൾക്കാരുണ്ട്. എന്നാൽ ദിവ്യ വെളിച്ചമാകുന്ന, സത്യ വെളിച്ചമാകുന്ന ആ യേശു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ ആ ഇരുട്ടെല്ലാം മാറി. അങ്ങനെ അനുഭവം ഉള്ളവര് വേണമെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചു. അത്രയും ഓത്തല്ലോ. ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇത് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. സുവിശേഷത്തിന് കഴിയും. ആ സുവിശേഷത്തിന്റെ ശക്തി. പക്ഷെ ഇത് കേൾപ്പിക്കത്തില്ല. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. മറ്റു കാര്യങ്ങളെല്ലാം കേൾപ്പിക്കും, ഇത് മാത്രം കേൾപ്പിക്കുക. നമ്മുടെ ആൾക്കാരും കേൾപ്പിക്കില്ല, നമ്മുടെ ആൾക്കാരും തന്നെ കേൾപ്പിക്കുകയല്ല, ഇതിനകത്ത് മാത്രം കേട്ടാൽ മതി എന്നാണ്. ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്നവരല്ലയോ എപ്പോഴും, അയ്യോ എല്ലാ പോസ്റ്ററിലും വെച്ച് കെട്ടിയിരിക്കും, അതെല്ലാവരും കേൾക്കുന്നുണ്ട്, നമ്മുടേത് മാത്രം കൗണ്ടി മാത്രമാണെങ്കിലും അതും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അല്ലെലിയ വന്ന് പറയുമ്പോൾ അളിയാന്നാ കേൾക്കുന്നത്. എന്നാ ചെയ്യാൻ? അതും ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്തുവാ പറഞ്ഞെന്ന്. യാത്രയൊക്കെ ചെയ്യുമ്പോഴേ മിക്ക പോസ്റ്റേലും ഉണ്ട്, കേൾക്കാം. ഇന്ന് ഞാൻ രാവിലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്തൂടെ വരുമ്പോൾ ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം നടക്കുന്നു. എന്തോ പറഞ്ഞു, കേൾപ്പിക്കണമെന്നാണോ കേൾപ്പിക്കരുതെന്നാണോ? കേൾപ്പിക്കണമെന്നാണ്. അപ്പൊ ഞാൻ യാത്ര ചെയ്ത് വന്നപ്പം ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം നടക്കുന്നു. വണ്ടി വിട്ട് ഒരു 1.5-2 കിലോമീറ്റർ ചെന്നപ്പോഴും കേൾക്കാം. 2 കിലോമീറ്റർ ചെന്നപ്പോഴും ഇതിനായി മുന്നോട്ട് വിളിച്ചതല്ലേ വന്നിരിക്കാൻ, അവിടെ നിന്ന് കേട്ടാൽ മതി. വിളിച്ചപ്പോൾ ഓർക്കണമായിരുന്നു.
അത്ര നേരം ഞാൻ വിളിച്ചു മുന്നോട്ട് പോവാം. പിന്നെ അവിടെ പമ്മി ഇരുന്ന് അത്രയും കേട്ടാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. അല്ല, യോഗത്തിന് വന്നാലും ചിലർ കേൾപ്പിക്കുകയല്ല. ദൈവവചനം പറഞ്ഞ ഉടനെ അതിനിടെ ഹല്ലേലൂയയും ഗ്ലോറിയും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അതും കേൾപ്പിക്കുകയല്ല. ചിലര് സന്ദർഭോചിതമായിട്ടൊരു ആത്മനടത്തിപ്പിൽ ഹല്ലേലൂയയും ഗ്ലോറിയും പറഞ്ഞ് കൈയൊക്കെ അടിച്ച് ദൈവത്തെ വെറുതെ നമ്മളെ ഒരു യോഗത്തിന് ഒരാൾ തച്ചി നിന്നങ്ങ് അടിക്കുക, ഒരു കഥയില്ല, പുള്ളി ഇങ്ങനെ അങ്ങ് അടിക്കുക. ഇത് എന്നതാന്ന് പോലും അങ്ങേർക്ക് ഒരു വെളിവും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെറുതെ ഇരുന്നങ്ങ്. അല്ലേ, പിള്ളേർക്ക് നമ്മൾ പണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് ഇത് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ മാർഗം ഇല്ല. അപ്പൊ അപ്പുറത്തെ പിള്ളേർക്ക് അമ്പലത്തിലോ പള്ളിയിലോ പോയി ഇങ്ങനെ ഈ ചണ്ടയുണ്ടല്ലോ അടിച്ച് ഇങ്ങനെ 2 വശവും നൂലയിൽ ഇങ്ങനെ ഇത് അല്ല ഇങ്ങനെ വെക്കുമ്പോൾ ഇടാന്ന് അടിക്കുന്നേ. ഉണ്ട്. നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളാണ്ട വാഴത്തട വെട്ടിയേച്ച് കൊച്ചൻ ഇങ്ങനെ കിടാന്ന് അടിച്ച് നമ്മുടെ മുന്നിൽ വന്ന് ഇതുപോലെ യോഗത്തിന് വന്ന് കിടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. അലോഗ്യം ഉണ്ടാക്കരുത്. വാഴത്തട. അപ്പൊ ഇത് കേൾപ്പിക്കുകയല്ല ചിലര്. ഒരു കാര്യം പറയാം, ഇതാ കേൾക്കേണ്ടത്. അല്ല, ഇത് പറയാൻ നമ്മളെ വല്ലതും ചെന്ന് നിന്നാലും ചിലര് പറയല്ലേ സുവിശേഷം അല്ലേ, കേൾപ്പിക്കുകയല്ല. അതിനെ ഇത് കേട്ടാൽ ഗുണം വരും. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറും, നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറും, ദേശത്തിന്റെ അന്ധകാരം മാറും. ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. അത് പാപത്തെയും പിശാചിനെയും നരകത്തെയും കുറിക്കുന്നതായി ഇരുട്ട്. ആ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവനെ ഒടുവിൽ എന്തോ ചെയ്തെന്നാ പുസ്തകത്തിൽ എഴുതിയേക്കുന്നേ. അവനെ ഏറ്റവും പുറത്തുള്ള ഒരു പാട്ടിന്റെ വരിയുണ്ട്. കാര്യമേവം ഭവിക്കയാൽ ഭൂപതി തിരിഞ്ഞു ദാസരോട് പറഞ്ഞതു നിങ്ങളോ തിരഞ്ഞു. വേലികൾ വഴിയരികൻ നിബിഡം തിരഞ്ഞു. സാധുജനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം, രാജാത്മജ വിരുന്നതിൻ വിവരം. രാജനോ വിളിച്ചു ചൊന്നു ശുഭ്രവസ്ത്രം വിട്ടോ. രാജവിരുന്നിൽ കടക്കാം പതിവന്തു മട്ടു. നമ്മെ ഇവൻ നിന്നികയാൽ ഇരുട്ടിങ്കലിട്ടോ. നല്ല ശിക്ഷ കൊടുക്കണം തീ കടലിൽ. അപ്പൊ ശ്രദ്ധിക്കുക, അവനെ പിടിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തട്ടിയെന്ന്. ഇരുട്ട് നരകത്തെ കാണിക്കുന്നത്. അവൻ നരകത്തിൽ നിന്നും പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും നിനക്ക് വിടുതൽ തരുവാൻ കഴിവുള്ള ഒരു മാർഗം സുവിശേഷം. അതാ സുവിശേഷം. ഒരു കാലത്ത് നമ്മുടെ ഈ രാജ്യമൊക്കെ ഇപ്പോഴും അന്ധകാരമെല്ലാം ഒന്നും മാറിയിട്ടില്ല. അന്ധകാരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അയിത്തമുള്ള കാലം ഉണ്ടായിരുന്നു. കെട്ടില്ലാത്തവര്, തമ്മിൽ ഉണ്ണാത്തവര്, ഇങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ, തൊട്ടുകൂടാത്തവര്, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവര്, കെട്ടില്ലാത്തവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കല്ല. അതുകൊണ്ടാണ് മിശ്രഭോജനമൊക്കെ നടത്തിയത്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. റോഡിൽ കൂടെ എല്ലാവർക്കും ഒന്നും നടക്കാനൊക്കത്തില്ല. എല്ലാ വീട്ടിലും എല്ലാവരെയും കയറ്റുകയില്ല, മുറ്റത്ത് പോലും കയറ്റുകയില്ല, പാത്രത്തിലൊന്നും ഭക്ഷണം തരികയില്ല. അയിത്തമുള്ള കാലം, വല്ലാത്ത അന്ധകാരത്തിന്റെ കാലമാണ്. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാനും അനുവദിക്കത്തില്ല. അമ്മമാർക്ക്, സ്ത്രീകൾക്ക് മറയ്ക്കാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല, ഇരുത്തുകയില്ല, പഠിപ്പിക്കുകയില്ല, ഒരു ബെഞ്ചിൽ ഇരുത്തുകയില്ല. ഞങ്ങളുടെ ഒരു അമ്മയുണ്ട്, ഇപ്പം 100 ചില്ലുവാനം വയസ്സുണ്ട്. ആ അമ്മ പറഞ്ഞൊരു സാക്ഷ്യം.
അന്നത്തെ കാലത്ത് 190 കൊല്ലം മുമ്പ് സ്കൂളിൽ കൊണ്ട് ചേർത്തു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അമ്മ ഇപ്പോഴും ഉണ്ട്. ഈയിടെ ഞാൻ പോയി കണ്ടു. അപ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ ഈ അമ്മ പൂന്തോട്ടത്തിൽ സ്കൂളിൽ ഒരു പൂ പറിച്ചതിന് അപ്പം സാറ് ആക്രോശിച്ചുകൊണ്ട് വന്നു. പൂ പറിച്ചോന്ന് ചോദിച്ച് വന്ന് സാറൊരു അടി കൊടുത്തു. സാറടിച്ചത് മാത്രമല്ല, എല്ലാം പറയാനൊക്കത്തില്ല. ഈ അമ്മ അന്ന് ചെറിയ തോർത്തെടുത്തോണ്ടാ സ്കൂളിൽ പോകുന്നത്. അന്നത്തെ കാലമാണ്. അപ്പം ബെഞ്ചയിലോട്ട് കയറ്റി നിർത്തിയേച്ച് വേറൊരു കുട്ടിയെ കൊണ്ട് സാർ അടിപ്പിച്ചു. കാരണം അവർ നട്ട പൂവാ, പറിച്ചത് തെറ്റ്. പക്ഷെ അത് ആര് നട്ടു എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. അതിപ്പം ഇത് ഇങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള അമ്മ എന്നോട് പറഞ്ഞത് 14 അടി അടിച്ചെന്ന് ഒരു പൂ പറിച്ചവന്. പൂ പറിച്ചതല്ല വിഷയം. ഈ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്കൂളിൽ അവർ നട്ട പൂ പറിച്ചതാ വിഷയം. അതാ വിഷയം, അല്ല ഒരു പൂ പറിച്ചതല്ല വിഷയം. അടിച്ചു. ആരെന്ന് കൊച്ചിലെ ആന്നേലും ഞാൻ ചോദിച്ചു, എന്നിട്ട് അമ്മച്ചേ ഞാൻ 14 അടി എണ്ണി 15ാമത്തെ അടി വന്നപ്പോൾ കാല് മടക്കി അടിച്ചവനിട്ട് അടിച്ചേച്ചേ അടിച്ച് ഞറങ്ങുകയായിരുന്നെന്ന് പറഞ്ഞു. 14 അടി വരെ ഞാൻ എണ്ണി 15ാമത്തെ അടി വന്നപ്പോൾ ഞാൻ കാല് മടക്കി അവൻ്റെ മോന്തയ്ക്ക് അടിച്ചേച്ചേ അവിടെ മുതൽ അടിച്ച് ഞറങ്ങി സാറിനിട്ട് വന്ന് കൊടുത്തെന്ന് പറഞ്ഞു. ഓരോ അടിക്കും സാറും മൂളുക. ഞാൻ ചോദിച്ചു, പിന്നെ അങ്ങോട്ട് പോയോ? ഇന്ന് വരെ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എൻ്റെ അച്ഛനെ സാറിനെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. അല്ല, അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. സംസ്കൃതം ദേവഭാഷയാണ്, എല്ലാവർക്കും ഉച്ചരിക്കാനൊക്കത്തില്ല. കേൾക്കുന്നവന്റെ ചെവിക്കാ തീയോ ഒരുക്കി ഒഴിക്കണം. നാവ് കൊണ്ട് പറയരുത്, നാക്ക് പിഴുതെടുക്കണം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇങ്ങനെ അന്ധകാരമായ ഇരുണ്ട കാലഘട്ടം. അങ്ങനെയുള്ള ആ കാലത്തിനൊക്കെ വ്യത്യാസം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ആ പദമൊക്കെ പറയുന്നത് അത്ര സുഖമാണോ എന്ന് തോന്നുന്നില്ലെങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയാം. അധസ്ഥിതരെന്നും അധകൃതരെന്നൊക്കെ മുദ്ര കുത്തിയ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, ഈ യേശുവിന്റെ ദർശനം പ്രാപിച്ച സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ അവരെ ചേർത്തണച്ച് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ കൂടെ ഇരുത്തി അക്ഷരം പഠിപ്പിച്ചു. അങ്ങനെ അക്ഷരം പഠിച്ചു. അല്ലൊന്നും പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, ഒരെണ്ണത്തിന് കയറ്റുകയല്ല. അതിന്റെ എല്ലാം മൂല കാരണം ഈ സുവിശേഷമാണ്. അതെ, അല്ല ഇന്നും എഴുതാനും വായിക്കാനും അറിയാൻ മേലെ ഇതിലെല്ലാം അലഞ്ഞു നടന്നേന്. അവർ കുറെ പേര് വായിക്കും, നമ്മളെല്ലാവരുടെ വായി നോക്കിയിരിക്കും. അപ്പൊ ഇതിനെ മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം വന്നാൽ ഇരുട്ട് മാറും. വ്യക്തികളുടെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഓടിച്ച ഭാഗം അങ്ങ് വിടാ. 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഭയപ്പെടേണ്ട. അങ്ങനെ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. അപ്പോൾ ഭയത്തെ മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി മരണഭീതി, രോഗപീഠകള് ഏതെങ്കിലും വിഷയത്തിൽ വളരെ ഭയത്തോടിരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭയത്തോട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ വന്നെങ്കിൽ, ജീവിതത്തിന്റെ ഭയത്തെ മാറ്റുവാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന മാർഗമാണ് സുവിശേഷം. സന്തോഷം തരും. ഇതുപോലെ സന്തോഷമുള്ള വേറൊരു മാർഗമില്ല. മറ്റ് സന്തോഷമൊക്കെ തരുന്നതൊക്കെ അല്പനേരത്തേക്കേ ഉള്ളൂ.
എഴുത്തച്ഛൻ ഇങ്ങനെ ഒരു വരി കൊടുത്തിട്ടുണ്ട്: ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ഭോഗം സുഖമേ, ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം, എല്ലാം മിന്നൽ പിണര് പോലെ, കൊള്ളിയാൻ മിന്നുന്നത് പോലെ. അപ്പോൾ ഇത് ക്ഷണപ്രഭയാ ഈ ഭോഗങ്ങള്, സുഖം. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. വക്നി സംതപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ഇവിടുത്തെ സുഖങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇതൊന്നും നിത്യമായ സന്തോഷവും സമാധാനവും തരത്തില്ല. എന്നാൽ നിത്യമായ സന്തോഷം തരുന്ന മാർഗമാ സുവിശേഷം. സങ്കീർത്തനക്കാരൻ 4 ഇങ്ങനെ ഒരു പദം പറഞ്ഞു: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക്. 4:7 കർത്തൃദാസന് 7 തോന്നുന്നു. ഒന്ന് വായിച്ചേ, 4:7. ഇന്ന് രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ ഞാനത് ഓർപ്പിച്ചതാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം. അവർക്ക്, ഏതാ? ലോകക്കാർക്ക്, ഈ ലോക സ്നേഹിതർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക്, അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴാ സന്തോഷം. ചിലർക്ക് അങ്ങനെ, നമ്മുടെ ഇടയിലും ഉണ്ട്. ചില പറഞ്ഞില്ല, കുരുമുളകിന്റെ വില കൂടി കേട്ടോ, കൂടി, ഏലക്കായി സന്തോഷം. അപ്പൊ ലോക മനുഷ്യർക്ക് അങ്ങനെ, അതിന്റെ റബ്ബറിന്റെ വില കൂടി അല്ലേ, അതൊക്കെ സന്തോഷമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്ക് സന്തോഷം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക അതിലും അധികം സന്തോഷമാ. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, സുവിശേഷം കേൾക്കുമ്പോൾ അതാ സന്തോഷം. അതിന്റെ 1-2 തെളിവ് തരാം. സന്തോഷം, ദൈവത്തിന്റെ മഹത്വം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. കാരാഗൃഹ പ്രമാണി ഒക്കെ ശ്രദ്ധിച്ചു. പക്ഷെ രാത്രി ആയപ്പോൾ ചങ്ങലയെല്ലാം അഴിഞ്ഞു, ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനമെല്ലാം ആകെ പ്രശ്നം. ചുരുക്കി പറഞ്ഞ കാരാഗൃഹ പ്രമാണി ഈ വെപ്രാളവും ബഹളവും എല്ലാം കണ്ട് പുള്ളി ആത്മഹത്യ ചെയ്യാനുണ്ടെങ്കിൽ. അപ്പം പൗലോസ് പറഞ്ഞു, നിനക്ക് ദോഷമൊന്നും വരുത്തരുത്, ഒന്നും വരുത്തരുത്, ഞങ്ങളല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മുങ്ങുന്ന ആൾക്കാരല്ല, ഇവിടെ ഉണ്ട്, നിനക്ക് ദോഷമൊന്നും വരുത്തരുത് എന്ന് പറഞ്ഞാൽ നീ ആത്മഹത്യ ചെയ്യരുത്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തിനേറെ ഒടുവിൽ അവനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് സുവിശേഷം കേട്ട് അതിന്റെ ആ ഒടുവിലത്തെ വാക്യത്തിലുണ്ട്, അവൻ സന്തോഷിച്ചെന്ന. അവൻ ആ രാത്രി ആ നാഴിയെ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോയി മുറിവുകളെ കഴുകി. അതിന്റെ ഒടുവിൽ ഒരു പദമുണ്ട്, എല്ലാം വായിക്കണ്ട, ആ കണ്ണിക തീരുന്നത് വായിച്ചേ. വീടടങ്ങുവാൻ. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് ഭക്ഷണം കൊടുത്തു. അടുത്തത്, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്ങുവാനും വെച്ചു. അതാണ് നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോ കിട്ടുന്ന സന്തോഷമല്ലിത്. ദൈവത്തിൽ വിശ്വസിച്ചതിൽ. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, നസറയനാകുന്ന യേശുക്രിസ്തു, ആ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം, അതാ സന്തോഷം. ദൈവത്തെ വിശ്വസിച്ചിട്ടും ആ ഇരിപ്പൊക്കെ കണ്ടില്ലേ, വലിയ നഷ്ടക്കച്ചവടം പോലെ. എന്തിനാന്നോ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുന്നത്? എല്ലാ ഇരിപ്പ് കണ്ടില്ലേ, ഇതുപോലൊരു ചതിവ്. ദൈവത്തിൽ വിശ്വസിച്ചതിൽ സന്തോഷമല്ലേ? ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കൾ. അപ്പൊ ശ്രദ്ധിക്കുക മോനെ, ഇത് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടിക്കാൻ മോനെ. എനിക്കൊരു സുഖം വരുന്നില്ല, എനിക്ക് പറയാൻ അറിയത്തില്ല. കൂടെ പറയുമ്പോൾ മോന് അരിചോ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് അടങ്ങുന്നത്.
അവൻ ചിലപ്പം പറയും, ഇയാൾ എവിടുന്ന് വന്നവനാ, ഇന്നലെയും പിന്നെ ഞാൻ തോന്നുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, ഇയാൾക്ക് എന്നെ എത്ര സൂക്കേടെന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്ക് 2 ശീല പാടുന്നത് കൊണ്ടാണ് എന്ന് വിധല്ലയോ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം, അതാണ് നമ്മുടെ സന്തോഷം. ശരിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ കണ്ടാൽ അറിയാം. തട്ടിപ്പുകാരനെ കണ്ടാലും പിന്നെ പമ്മിയുള്ള ഇരിപ്പവും കുറുക്കം നോക്കുമ്പോൾ ഒരു നോട്ടവും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, നമ്മൾ നോക്കുമ്പോൾ അവർ നോക്കുകയല്ല, നമ്മൾ നോക്കുമ്പോൾ അവർ അങ്ങോട്ടും കൊണ്ട് നോക്കും, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവർ നമ്മളെ. അങ്ങനെയുള്ള വലിയ വിദ്വാന്മാരുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ മുഖം കണ്ടാൽ അറിയാം. അതാ സന്തോഷം. ഹബക്കൂക്ക് ഒരിക്കൽ പറഞ്ഞു, വിപ്രമരാഗത്തിൽ ആ പാടിയെങ്കിലും പറഞ്ഞു, അവൻ അത്തിവൃക്ഷം ചിലപ്പം പൂത്തെന്നൊന്നും വരികയില്ല, മുന്തിരിയിൽ ഫലം ഉണ്ടെന്നും വരികയില്ല, ഗോശാലകളിൽ, പക്ഷെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. പിണങ്ങാതിരിക്കാൻ 1-2 ഉദാഹരണമാ പറയുന്നത്. വലിയ വീട്ടിലെ കൊച്ചമ്മയുടെ അടുക്കളയിലെ ടിന്നുകളിലെല്ലാം ഇഷ്ടം പോലെ സാധനം, നട്ട്സ്, ബദാം, പിന്നെ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന എന്തുവാ ഈന്തപ്പഴം, അതാ കുറച്ചുകൂടെ മെച്ചമെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. പിസ്ത, അല്ലെ ഈ കക്കാട വായിരിക്കും പോലെ പിസ്ത. അപ്പൊ ഇതെല്ലാം അമ്മയുടെ വീട്ടിലുണ്ട്. 50,000-ന്റെ 25,000-ന്റെ 80,000-ന്റെ സാരി, ഭയങ്കരം വീട്, 2-3 നിലയാ, മാർബിൾ കെട്ടിടം, രാജസ്ഥാൻ ഇറ്റാലിയൻ മാർബിള്, ഗേറ്റ് തൊട്ടാ ബെഡ്റൂമിൽ അറിയും. നമ്മൾ പറയാ കൊച്ചമ്മ വന്നുണ്ടോ, കൊച്ചമ്മ അവിടെ നിന്ന് ഞെക്ക്, ആണ്ട ഗേറ്റ് ഇങ്ങനെ തുറന്നു വരുന്നു, റിമോട്ടോ ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. ഈ പൈപ്പിൽ കൂടെ ചൂടുവെള്ളം, മറ്റേ പൈപ്പിൽ കൂടെ തണുത്ത വെള്ളം, വലിയ ഫ്രിഡ്ജ്, എല്ലാം. അതൊക്കെ തെറ്റാന്നല്ല, ഈ വന്ന കാലത്ത് അതൊക്കെ ആവശ്യം, ആയിക്കോട്ടെ. ഇതെല്ലാം ഉണ്ടെങ്കിലും തള്ളക്ക് യാതൊരു സന്തോഷവും ഇല്ല. പിള്ളേര് കാലിഫോർണിയ, അല്ലെ കാനഡയിലെ, അല്ലെ ന്യൂസിലൻഡ്, അയർലൻഡ്, അല്ല, നമ്മളവിടെ ചെന്ന് നോക്കിയാൽ എന്തുകൊണ്ട് കൊച്ചമ്മ, ഓ ഇങ്ങനെ പോകും, ഒരു സന്തോഷവും ഇല്ല. എന്നാൽ വേറെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെ നല്ല വീടുമില്ല, ഒരു സൈക്കിള് പോലും ഇല്ല, ഒരു 5,000-ന്റെ സാരി പോലും ഇതുവരെ ഉടുത്തിട്ടില്ല, നട്ട്സും പിസ്തായും ഒന്നുമില്ല. നമുക്ക് ആ കൂടെ ഉള്ളത് ആഞ്ഞലിക്കാ കുരുവാ. വലിയ വീട്ടിലെ കൊച്ചമ്മ നട്ട്സ് അടിക്കുമ്പോൾ നമ്മള് ആഞ്ഞലിക്ക എടുത്ത് വറുത്ത് മുറത്തിലോട്ടിട്ടത് പഴയ മുളനാഴി കൊണ്ട്, നിങ്ങളാരും കഴിച്ചിട്ടില്ലല്ലോ, ഓ നിങ്ങളെല്ലാം പിസ്ത അടിച്ചേച്ച് വന്നിരിക്കുക. ആഞ്ഞലിക്കാക്ക് ഒരു തിന്ന് ബാക്കിയുള്ള കാര്യം ഞാൻ പൊതുവെ പറയുന്നില്ല, കഴിച്ചേച്ചുള്ള കാര്യം. ചക്കക്കുരുവിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കണ്ട. പക്ഷേ അവിടുത്തെ അമ്മച്ചിക്ക് ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടം പോലുണ്ട്. പാവം പിടിച്ച സഹോദരിക്ക് ചിലപ്പം കട്ടൻ കപ്പയായിരിക്കും, അത് ഗോതി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടപ്പോ തിളപ്പിച്ച് 2-3 ആവർത്തി ഊറ്റി, മോതയും നെന്മീനും ഒന്നുമില്ല, പക്ഷെ മുളകുടച്ചതായിരിക്കും, അല്ലെ കാന്താരി, കരണം പൊട്ടിയേ കാന്താരി അടച്ചൊറ്റിപ്പലക വെച്ച് നുടച്ച് ഈ കപ്പ തോണ്ടി കഴിച്ചേ. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. വലിയ വീട്ടിലെ കൊച്ചമ്മ ഒരു കസേര നിറച്ചിരിക്കുക, അനങ്ങാൻ പോലും മേല. അന്നേരം ആ സാധുവായ സഹോദരൻ നല്ല പക്കി പറക്കും പോലെ ആത്മാവിൽ അല്ലെ. അന്നേരം നോക്ക്, മേരി എന്നെ ഇങ്ങനെയാണ് എന്റെ തള്ളേ. സ്തോത്രം, സ്തോത്രം. അല്ല, ഉപദേശമാരെ എടുത്ത് വലിയ വീടും ചുറ്റുപാടും കാശും വസ്തുവും സ്വത്തും, ഞാനതിനെതിരല്ല. അങ്ങനെയുള്ള ഉപദേശമാര് സ്റ്റേജിലൊക്കെ ഇരിക്കും, ഒരെണ്ണം അനങ്ങുകയല്ല, ഒരെണ്ണം കാട്ടിക്കിടിച്ച് അനങ്ങുകയല്ല. എന്നാൽ കയറി കിടക്കാൻ ഇടയില്ല, വാടകയ്ക്കാ താമസിക്കുന്ന, സൈക്കിള് പോലുമില്ല, ആമൻ വലിയ കാണാനും, പക്ഷെ ആരാധന അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ നൃത്തം ചെയ്യുക, ഇതാ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും
അധികം സന്തോഷം. സുവിശേഷത്തിന്റെ വിശേഷതയാ സന്തോഷം തരുമെന്ന്. ഇത് കേൾക്കുമ്പോൾ സന്തോഷം, ആനന്ദമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise the Lord. പുകഴുമേ സിയോൻ രാജനു പാടി ആനന്ദമായി നാം, ആനന്ദമായി നാം. പുകഴുമേ സിയോൻ രാജനു പാടി ആനന്ദമായി നാം, ആനന്ദമായി നാം. പണിയുമേ വരൻ മഹിമയകൻ നിറയുമേ തിരുജസിനാൽ, പണിയുമേ വരൻ മഹിമ കറകളകുന്നു ഏകജനം പാടിടുമേ ഞാൻ, അന്നു പാടിടുമേ ഞാൻ. ഓ പുകഴുമേ സിയോൻ രാജനു പാടി ആനന്ദമായി നാം, ആനന്ദമായി നാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വലിയ സന്തോഷമാണ്, ആനന്ദമാണ്. ഇതെല്ലാവർക്കും ലഭിക്കുകയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു. അല്ല അവിടെ വായിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം. അതാണ് നമ്മുടെ സന്തോഷം. വെല്ലുവിളി പോയി ഇങ്ങോട്ട് തിരിച്ചു വരിക. ഷണ്ണൻ ഫിലിപ്പോസും ചെന്നു, രണ്ടുപേരും കയറി സംസാരിച്ചു, കാര്യമെല്ലാം പറഞ്ഞു. ഒടുവില് ഷണ്ണൻ സ്നാനപ്പെട്ടു. ഇതുപോലൊരു ചതിവ്, അങ്ങനെ പറഞ്ഞാണോ പോയെ? സന്തോഷിച്ചാ പോയെ. എന്റെ അമ്മാമ എന്നാ ചെയ്യാനാ, മുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞതാ, ഞാൻ മുങ്ങുന്നില്ല. മുങ്ങിയതിൽ സങ്കടപ്പെട്ടെന്നല്ല, സന്തോഷിച്ച്. ആ വാക്യം ഒന്ന് വായിച്ച്, എടുത്തെങ്കിലും ഒന്ന് വായിച്ച്. 8-ാം അധ്യായത്തിലല്ലയോ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ ആത്മാവ് അസ്തോദിലോട്ട് കൊണ്ടുപോയി. ഷണ്ണൻ സന്തോഷിച്ചു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചു. ആ, അതിന്റെ മുകളിലുണ്ട് ഷണ്ണൻ സന്തോഷം. ആ ആ ആ അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. അതാ സന്തോഷമാണ്. അപ്പോൾ ഒന്ന് ദൈവത്തിൽ വിശ്വസിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോ സന്തോഷമാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷമാണ്. നിരാശ ഒന്നുമില്ല, ഖേദമൊന്നുമില്ല, അവർക്ക് സന്തോഷമാണ്. മുഖത്തും അറിയാം, മുഖത്തും അറിയാം. Praise the Lord. സ്നാനപ്പെട്ടപ്പോഴും സന്തോഷം. സ്നാനപ്പെടുമ്പോ സന്തോഷമാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. ദൈവത്തിന്റെ മഹത്വം. പൗലോസ് എഫെസോസിൽ വന്ന് അവരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളാണോ? പിന്നെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഉണ്ടെന്ന് പോലും ഞങ്ങൾ, ചുരുക്കി പറഞ്ഞ കാര്യമെല്ലാം പറഞ്ഞ് അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഉപദേശമെല്ലാം പറഞ്ഞ് അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് 12ഓളം പുരുഷന്മാരുണ്ടെന്ന് അവർക്കും സന്തോഷമായിരുന്നു. തത്തുല്യമായ വാക്യമാ, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ രക്ഷിക്കപ്പെട്ടാൽ സന്തോഷം, സ്നാനപ്പെടുമ്പോഴും സന്തോഷം, അഭിഷേകം പ്രാപിച്ചാലും സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. നിന്നയും അപമാനവും ഉപദ്രവവും ഏൽക്കുമ്പോഴും സന്തോഷമാണ് ദൈവമക്കൾക്ക്. 5-ാം അധ്യായത്തിലുണ്ട്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കിയാൽ അവർ സന്തോഷിച്ചു പോയെന്നാ, അങ്ങനെ എഴുതിയേക്കുന്നേ. ആ വാക്യം റെഫറൻസ് ഞാനങ്ങ് മറന്നു, എടുത്തവരൊന്ന് വായിച്ചു. ആ ആ 41. എത്രാം വാക്യമാ? 41. വളരെ ഉപകാരം. വായിച്ചു പെട്ടെന്ന് മൈക്ക് കൊണ്ടൊന്ന് വായിപ്പിച്ചോട്ടെ. ആ മൈക്ക് കൊണ്ടൊന്ന് വായിച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, യോഗ്യരായിട്ട് എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പോയത്. അതിന്റെ മുകളിലത്തെ വാക്കുണ്ട്, അവരെ അടിച്ചെന്നൊക്കെയുണ്ട്. അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന്, ഈ നാമത്തിൽ മിണ്ടിപ്പോകരുത്. എന്റെ ഭാഷ പറഞ്ഞാൽ മിണ്ടരുത്, ഇവിടെ ഒന്നും കണ്ടുപോകരുത്. അടിച്ച് ഉപദ്രവിച്ച് ആക്ഷേപിച്ച് അപമാനിച്ചു. അന്നേരം അപ്പോസ്തലന്മാർ അവരെ പ്രാകുവോ നിന്നെ പിന്നെ കണ്ടോളാന്നൊന്നും അല്ല പറഞ്ഞ്. ഇന്നത്തെ ചെല്ലാൻ പറയാം, പിന്നെ ഞാൻ കണ്ടോളാം. നമ്മളെ ചെല്ല് പറയും. അങ്ങനൊന്നുമല്ല. ഇവർ ഈ അപമാനവും നിന്നയും അടി ഉപദ്രവവും ഏറ്റ് സന്തോഷിച്ചാ പോയത്.
കാരണം ഒരു പ്രതിഫലമുണ്ട്. അവൻ സുവിശേഷം കേട്ടാൽ സുവിശേഷത്തിന്റെ വിശേഷത 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും, 3 സന്തോഷം തരും. ആ കണ്ണികയ്ക്കകത്തുണ്ട് ലൂക്കോസ് 2 4 നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. അവിടെ ഒരു പദമുണ്ട്, യേശു എന്ന രക്ഷിതാവ്. നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായി യേശു, നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവനായി യേശു, നിന്നെ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ളവനായി യേശു. അതാണ് സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യന് രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കട്ടെ? സകല ജാതികളും കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന? 1 ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 സന്തോഷമുണ്ടാകും, 4 നമുക്കൊരു രക്ഷകനെ കിട്ടും. ഇന്ന് രാത്രിയിലും അതിന് ദൈവം ഇടയാക്കട്ടെ. ഒന്നുകൂടെ തെളിച്ച് പറയാം, ശരിക്കും സുവിശേഷം കേട്ടാൽ, വചനം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. മർക്കോസ് 1:14 മുതൽ പഠിക്കുമ്പോൾ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടണമെന്ന. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം. എന്തുവാ മാനസാന്തരം? തിരിച്ചു വരവാ, വഷളത്വം വിടുന്നതാ. നേരത്തെ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും ഇനി പാടില്ല. അതാ മാനസാന്തരം. നേരത്തെ മദ്യപിക്കുമായിരുന്നു, മാനസാന്തരപ്പെട്ടപ്പോൾ നിർത്തി. അതാ മാനസാന്തരം. പുകവലിക്കുമായിരുന്നു, നിർത്തി. അല്ല ഡിസംബർ മാത്രം വലിച്ചേച്ച് തണുപ്പാകുമ്പോൾ 2 ഏലക്കാട്ടിനകത്തിരുന്ന്, അതല്ല മാനസാന്തരം. എല്ലാവരുടെയും കാര്യമല്ല. സ്തോത്രം. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയെന്നും പിന്നെ വചനത്തിൽ ഇല്ലാത്ത. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ നിർത്തി, തിരിച്ചു വരണം. അതാ മാനസാന്തരം. വഷളത്വം വിടുക, അതാ മാനസാന്തരം. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരപ്പെടും. 2 ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. ഷണ്ണനോട് പീലിപ്പോസ് തിരുവെടുത്തുകളെ ആധാരമാക്കി സുവിശേഷം അറിയിച്ച് മുമ്പോട്ട് പോയപ്പോൾ ഷണ്ണൻ പറഞ്ഞു, വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ല, എനിക്ക് സ്നാനപ്പെടാൻ. എന്നാ ഇറങ്ങിക്കോന്നല്ല പറഞ്ഞ്, വിശ്വസിക്കുന്നു. സ്നാനപ്പെടാൻ കാര്യം എന്നാ? കല്യാണം നടത്താൻ വേണ്ടിയാണോ മുങ്ങുന്നേ? ആണോ? അതോ വീട് കിട്ടാൻ വേണ്ടിയാണോ? അതോ തയ്യൽ മെഷീൻ തരുമെന്ന് പറഞ്ഞാനാണോ മുങ്ങുന്നേ? അതോ 5 സെന്റ് സ്ഥലം തരാന്ന് പറഞ്ഞാനാണോ മുങ്ങുന്നേ? പിള്ളേരെ അവിടെ ഇവിടെ വിടാന്ന് വല്ലവരും പറഞ്ഞു. അതൊക്കെ പൊട്ടത്തരവാ. സ്നാനപ്പെടുത്തുന്നത് സഭ മാറ്റാനോ, വസ്തു തരാനോ, ബാത്റൂം വെച്ച് തരാനോ, 2 മുറി അടുക്കളയും തിണ്ണയും ചായ്പൂ ആക്കി തരാനൊന്നും അല്ല. പെണ്ണിനെ കെട്ടിക്കാൻ കാശ് തരാനല്ല സ്നാനം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനാ, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ. ഇത് നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല, തന്നെത്താൻ വിശ്വസിച്ച് ചെയ്യേണ്ടതാ. നമ്മളിപ്പം ചിലരെ അങ്ങ് നിർബന്ധിക്കും, ചിലര് അങ്ങനെ നിർബന്ധിക്കരുത്. ഒരുത്തരെ നിർബന്ധിക്കരുത്. ഞാൻ ചില മുങ്ങച്ച എന്നെ പുള്ളി പറഞ്ഞ നിക്ക് എന്തിനങ്ങനെ മുക്കുന്നു? കോഴിയെ മുക്കം പോലെ കൊണ്ടുവന്ന് അവയ്ക്കകത്തിരുത്തിയേക്ക, ഇവൻ ഗുണമാകുകയില്ല. ശരിക്കും സ്നാനപ്പെട്ടവനെ കണ്ടാൽ അറിയാം. പണ്ടൊരുത്തോണ്ട് ചോദിച്ചത് എങ്ങനെയാണ് സ്നാനപ്പെടാൻ? പറഞ്ഞു, കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. കാല് തെറ്റി പോയതാണോ? വെള്ളക്കാലി ഒരു അപ്പനെ മുക്കിയപ്പോൾ പുള്ളി പൊങ്ങി വന്ന് ചോദിച്ചു, നിങ്ങളെല്ലാം തൂക്കേട് തീർന്നല്ലോ എന്ന്. അയാൾ പോയി. ഇത് തൂക്കേട് തീർക്കുന്ന മാർഗമല്ല, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ല. അടുത്ത ആഴ്ച കല്യാണം, എന്നാൽ ഈ ആഴ്ച അങ്ങ് മുങ്ങിക്കോളാൻ. അതിനൊന്നും അല്ല സ്നാനം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കണം. അല്ല, ശരിക്കും സുവിശേഷം പറയുകയാണെങ്കിൽ സ്നാനവും പറയണം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. നീ വന്നത് ഉപകാരം പറയാൻ പറഞ്ഞു. പത്രോസ് വാ തുറന്നു, ശരിക്കും വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ അടുത്ത 44 വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അനങ്ങാതെ മൃങ്ങാതെ ഇരുന്നല്ല. വെളിപ്പെടുത്തല് പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവല്ല, അപ്പോളയുടെ ആത്മാവാ വന്ന്. പണ്ട് ഏജിയോമേൽ അങ്ങനെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തും.
അന്യഭാഷ പറയുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടാ. ഒരുത്തനും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അന്യഭാഷ എന്ന് പേര് തന്നെ വന്നേക്കുന്നേ. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. ഇത് വിലക്കരുത്. ഇത് ഒരു സഭയുടെയും കുത്തകയല്ല, ഒരു പെന്തിക്കോസ്തുകാരുടെ ആരുടെയും കുത്തകയല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും, സ്നാനം നടക്കും, പരിശുദ്ധാത്മ അഭിഷേകവും പ്രാപിക്കും. അതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നീ കേട്ടത് ശരിയായ സുവിശേഷം ഒന്നും അല്ല. നിന്നോട് പറഞ്ഞവനും തട്ടിപ്പാ, കേട്ട നീയും വെട്ടിപ്പാ. ശരിക്കും സുവിശേഷം കേട്ടാൽ ഇതെല്ലാം ഇതിനകത്തുണ്ട്. മാനസാന്തരവും ഉണ്ട്, സ്നാനവും ഉണ്ട്, പരിശുദ്ധാത്മ സ്നാനവും ഉണ്ട്. മാത്രമല്ല വേർപാടിന്റെ ഉപദേശം. ശരിക്കും സുവിശേഷം എന്ന് പറഞ്ഞ വേർപാടിന്റെ ഉപദേശമാണ്. നിങ്ങൾ ലേഖനം മുഴുവൻ എടുത്ത്, ലേഖനം മുഴുവൻ ഉപദേശങ്ങളാ, മുഴുവൻ ഉപദേശമാണ്. രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരുന്ന ദൈവപൈതൽ ഈ ഉപദേശത്ത് വേണം നിൽക്കാൻ. ഈ ഉപദേശത്ത് നിൽക്കാത്ത ഒരുത്തനും ദൈവമൊന്നുമില്ല. ഇത് ഉപദേശ വിഷയങ്ങളാ. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം. ഇത് ഉപദേശമാണ്. അതനുസരിക്കണം, അംഗീകരിക്കണം. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ ഇതെല്ലാം നടക്കണം. ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങുന്നത്. ഈ രാത്രിയിലും അതിന് ദൈവം ചിലരെ ഒരുക്കിയെടുക്കട്ടെ. എടുത്ത വാക്യത്തോട് കൂറു പുലർത്തി ചില കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിലങ്ങ് നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാ. ആ ഭാഗമെല്ലാം വിടുകയാ. നമ്മൾ കുറുവാക്യം വായിച്ചത് യൂദയുടെ ലേഖനം 3-4 വാക്യമാണല്ലോ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്ന യൂദയുടെ ലേഖനം വളരെ ഈടുറ്റൊരു ലേഖനമാണ്. ഒരു വേദ പഠിതാവ് പറഞ്ഞിരിക്കുന്നത് ഈ ലേഖനത്തെ പറ്റി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ഇത് യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ്, ഇല്ലൻ്റെ അല്ല, പോസ്റ്റ് കാർഡ്. പോസ്റ്റ് കാർഡിന് ഒരു പേജേ ഉള്ളൂ, ഒന്നും ചെറുതാ. ഇല്ലന്റിന് എത്ര പേജുണ്ട്? കുറഞ്ഞത് 3 പേജാ. ഒത്തിരി എഴുതിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഉണ്ട് ഇല്ലേ? ഉള്ള എഴുതി ഊപ്പാട് വന്ന് സൈഡിലും എഴുതി. ഉപ്പല് തൊട്ട് ഒട്ടിച്ചു കഴിഞ്ഞപ്പം ഒരു കാര്യം മറന്നുപോയി. പിന്നെ ഇത് സൂക്ഷിച്ച് പിടിച്ച് തുറന്നു വെച്ച് പിന്നെ എഴുതി. വലിച്ച് കീറുവെന്നോർത്ത് അത് പൊക്കി വെച്ച് അതിന് വിടവിലൊന്ന് എഴുതി. ഇപ്പോഴല്ല, ഒത്തിരി കാര്യം എഴുതാം, ഇല്ലെങ്കിൽ ഒത്തിരി കാര്യം എഴുതാം. പക്ഷെ പോസ്റ്റ് കാർഡിൽ ഒത്തിരി കാര്യം എഴുതാൻ വളരെ കടഞ്ഞെടുത്ത ചില കാര്യങ്ങളേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനമൊക്കെ ഇല്ലൻ്റെ, ഒത്തിരി ഉണ്ട്. 2-ാം ലേഖനവും 1-ാം ലേഖനമൊക്കെ ഇല്ലൻ്റെ. റോമാലേഖനമൊക്കെ നല്ല ഇല്ലൻ്റെ. പക്ഷെ യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡാ, ചെറുതാ. പോസ്റ്റ് കാർഡാന്നോർത്തിത് നിഷേധിക്കരുത് കേട്ടോ. ഇതിന് കഴമ്പില്ലെന്ന് ചിന്തിക്കരുത്. വളരെ ഈടുറ്റ ലേഖനമാ യൂദയുടെ ലേഖനം. ഈ യൂദയുടെ ലേഖനം അധികം വാക്യമൊന്നുമില്ല, 25 വാക്യമേ ഉള്ളൂ. 25 അല്ലയോ കർത്തദാസനെ? 25 വാക്യം. 25 വാക്യമേ ഉള്ളെങ്കിൽ സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ഞാനിങ്ങനെ പറയുന്നത്, ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിലുണ്ട്. 6-ാം വാക്യം വായിച്ചേ. ഭൂതലോകത്തെ വിഷയം 6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു. അപ്പൊ ഭൂതലോകത്തെ വിഷയം, ആ ഭൂതലോക വിഷയം മുതൽ അന്ത്യകാലം 19-ാം വാക്യം വായിച്ചേ. 19. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. 18 വായിച്ചു. അന്ത്യകാലത്ത് പക്വത കെട്ട് നടക്കുന്ന മോഹങ്ങളെ നടക്കുന്ന പരിഹാസമുണ്ടാകും. അപ്പൊ അന്ത്യകാലം. അപ്പൊ ശ്രദ്ധിക്കുക, ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ പോസ്റ്റുകാരനാണെങ്കിലും നല്ല ഈടുറ്റ ലേഖനമാണ്. ഭൂതലോകത്തെ വിഷയം ഏതാ? ഭൂതലോകം വിവാദമുള്ള വാക്യമാണ്. ചെല്ല് പറയുന്നത്
യെശയ്യാ പ്രവചനം അറിയാമല്ലോ, 14-ാം അധ്യായവും യെഹെസ്കേൽ 28 ഒക്കെ പഠിക്കുമ്പോൾ പാപം ചെയ്ത ദൂതന്മാരുണ്ടല്ലോ, നിഗളിച്ച ദൂതന്മാര്, ലൂസിഫറും അനുയായികളും, അവരുടെ വിഷയമാണെന്നാ ചിലര് പറയുന്നത്. ചെല്ല് പറഞ്ഞ അതല്ല, ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും തോട്ടത്തിന് വെളിയിലാക്കി അവിടെ മിന്നുന്ന ജ്വാലയുള്ള വാളുമായി കെറൂബുകളെ അവരാന്നാ ചെല്ല് പറയുന്നത്. ചെല്ല് പറയുന്നത് പുരാതന ലോകത്തിൽ അതിന് മുമ്പുള്ള ദൂതനാണ്. എന്തായാലും നമ്മളിപ്പോ തർക്കിക്കാനൊന്നും പോകണ്ട, ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയേക്കുന്നത്. ചെറിയ ലേഖനമല്ല. അന്ത്യകാല വിഷയം വരെ, ഈ അന്ത്യകാലത്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാ. പൗലോസ് പറഞ്ഞു, അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അമ്പ് പറയുന്നവരും ദൂഷകന്മാരും നന്ദി കെട്ടവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വേറൊരു ഭാഗത്തോട് വഴങ്ങാത്തവരും ഇണങ്ങാത്തവരും വാത്സല്യമില്ല ഉഗ്രന്മാര്. അയ്യോ, സഭയ്ക്കകത്തൊക്കെ ഇതെല്ലാം ഉണ്ട്. ഉഗ്രന്മാരുണ്ട്, വഴങ്ങുന്നില്ലല്ലോ. അങ്ങ് ക്ഷമ പറ. ഞാൻ ക്ഷമ പറഞ്ഞിട്ട് ഈ സഭ എങ്ങനെ പോകുന്നു? നീ ഇരിക്കുന്നിടത്തോളം കാലം ഇതിനകത്തൊരു പൂഞ്ഞാൻ കയറുകയില്ല. എന്നെ കെട്ടിയെടുത്ത് വന്ന അന്ന് മുതൽ ഈ സഭയുടെ വഴി അടഞ്ഞതാ. ആണെന്ന് ക്ഷമിക്കണ്ടേ? വിട്ടുകളയേണ്ടതിന് വിട്ടുകളയണം. വഴങ്ങുന്നില്ല, ഉഗ്രന്മാരാ. അതെ, എത്ര കൊല്ലമായി നീയും നമ്മളെ നിന്റെ അനിയത്തിയും ചേഴ്ത്തിയും അമ്മാച്ചന്റെ ഒരു പ്രായമുള്ള ആളെയും അതിനകത്ത് ചാത്തവും വിടാൻ മേല. ഒരു വശം പൊട്ടി ഒരു പഴയ തമ്പ് കമത്തിട്ട ചെടിക്കാ തീ എത്തിക്കാനിൽ ഈ തള്ള കത്തുകയില്ല. എന്നെ വരാത്ത എന്നാ? ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകളയാനും പൊറുക്കാനും ഒന്നും മനസ്സില്ലാത്തത് കൊണ്ടാണ്. ആണെന്ന് സ്തോത്രം. അപ്പൊ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ തെളിയിച്ചിരിക്കുക ഈടുറ്റ ലേഖനമാണ്. ഇനി ഈ ലേഖനത്തിന് വേറൊരു വിശേഷത, ഈ മൂന്നുകളുടെ ഒരു കണക്കുണ്ട് ഈ ലേഖനത്തിൽ. മൂന്നുകള്. ആദ്യത്തെ വാക്യത്തിൽ ഒരു 3 കാര്യം പറയുന്നുണ്ട്. വായിച്ചോ ദൈവദാസനെ. ആദ്യത്തെ വാക്യം, 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട് ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവർക്ക്. അപ്പം സ്നേഹിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ട് 3 കാര്യം. 3 കട ഒരു കണക്കുണ്ട്. സ്നേഹിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് വിളിക്കപ്പെട്ട് 3 കാര്യം. ഇനി ആ കണ്ണിക തീരുന്നിടത്തും ഒരു 3 കാര്യം പറയുന്നുണ്ട്. വായിച്ചേ. നിങ്ങൾക്ക് കരുണ, സമാധാനം, സ്നേഹം. 3 കാര്യം. കരുണ, സമാധാനം, സ്നേഹം, 3 കാര്യം. ഇനി 5-6 വാക്യത്തിൽ 3 കാര്യം, 3 സംഭവങ്ങൾ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാതെ പിന്നത്തെ നശിപ്പിച്ചു. അതൊരു സംഭവം. അടുത്തത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കും. അത് വേറൊരു സംഭവം. അടുത്തത്, അതുപോലെ സോദോമും ഗൊമോറയെ ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ച് അന്യജട മോഹിച്ച് നടന്നതിനാൽ നിത്യക്കിടെ ശിക്ഷാവിധി. 3 സംഭവങ്ങൾ ഉണ്ടാവും. മിസ്രയീമിൽ വിട്ടുപോകുന്ന വിശ്വസിക്കാത്തവരെ സംഹരിച്ചത്, സോദോം ഗൊമോറയുടെ ചരിത്രം, ദൂതന്മാരുടെ ചരിത്രം. 3 സംഭവങ്ങൾ. ഇനി 11-ാം വാക്യത്തിൽ 3 കക്ഷികള്. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിൻ ഒരുത്തൻ കയ്യിൻ. പിന്നെ കൂലി കുറച്ച് ബിലയാമിന്റെ രണ്ടാമത്തെ ബിലയാം. അടുത്തത് കോരക. അപ്പോ കയ്യിന്, ബിലയാം, കോരക 3 കട കണക്കുണ്ട് ഈ ലേഖനത്തിൽ. അതാ ഞാൻ പറഞ്ഞ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇന്ന് വരെ ഈ ലേഖനം വായിക്കാത്ത ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ഒരു തള്ള പറഞ്ഞു, തൂങ്ങിച്ചത്തവന്റെ ലേഖനമൊന്നും എനിക്ക് വേണ്ടാന്ന്. ആരടാ ഈ ലേഖനം വായിക്കുന്നത്? അവൻ തൂങ്ങിച്ചത്തന്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്തേച്ച് പോയി. തള്ള പറഞ്ഞതാ, കുന്തം എഴുതി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ അത് അവനല്ല എഴുതിയത്. അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ട് നിങ്ങൾക്ക് പിന്നെ അവിടെ കിട്ടിയെന്നു ചിലരൊക്കെ. ഈ യൂദ ഏതാ ഈ യൂദ? 1-ാം വാക്യം. ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അവ ഈ യൂദ ആരാ? ഏതാ? അല്ല പറഞ്ഞാന്നോ?
അവിടെ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനായ യൂദ. യൂദ അത് തന്റെ മനോഭാവത്തെ കാണിക്കുന്നത് ആ ദാസൻ എന്ന്. ശരിക്കും പഠിച്ചാൽ ക്രിസ്തുയേശുവിന്റെ അർത്ഥ സഹോദരൻ യൂദ. അർത്ഥ സഹോദരനാ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നാ, ജനനം രണ്ട് വിധത്തിലാണ്. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയെ പറ്റി മത്തായി വായിക്കുന്നത് ആമേ പിതാക്കന്മാരുടെ ജനനത്തെ പറ്റി പറയുക. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, പിന്നെ യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പേരസിനെയും സേരകിനെയും ജനിപ്പിച്ചു, പിന്നെ വായിച്ചു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പേരസിനെയും സേരകിനെയും ജനിപ്പിച്ചു. അടുത്തത് അമ്മിതാവിനെ ജനിപ്പിച്ചു. അല്ലെന്ന് അതിന് വേറെ പുള്ളി ജനിപ്പിച്ചിട്ടുണ്ടെന്ന് അതിന്റെ മേളില് ജനിപ്പിച്ചു. ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, അരാമിനെ ജനിപ്പിച്ചു, അരാം അമ്മീനാദാമിനെ ജനിപ്പിച്ചു, അമ്മീനാം നഗശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ഇങ്ങനെ ജനിപ്പിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് പറയാ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവി വായിച്ചേ. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവൾ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. മറ്റേതെല്ലാം ജനിപ്പിച്ചു, ഇവിടെ ജനിച്ചു. യാക്കോബിന്റെ യൂദയുടെ ജനനം അവരെ ജനിപ്പിച്ചതാ, യേശുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവലിവന്താനേ. ഓ കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യമിമാനുവലിവന്താനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ജനിച്ചതാ. അപ്പോൾ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. യേശുക്രിസ്തുവിന്റെ അമ്മ കർത്താവിനെ പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളെ പ്രസവിച്ചു. അമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഒന്നല്ല പലരുണ്ടായിരുന്നു. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനത്തെ ഭയപ്പെടുന്നവര് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം നിത്യകന്യകയല്ല. അല്ല, അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നല്ലൊരു അമ്മയാണ്, അന്തസ്സുള്ള അമ്മയാ, നല്ല ദൈവകൃപയുള്ള ഒരു അമ്മയാ. പക്ഷെ നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. മർക്കോസ് 6:3 അറിവുള്ള വാക്യമാന്തരം ഒന്നുകൂടെ വായിച്ചു. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛനല്ലയോ? അപ്പോൾ ഈ വാക്യം തെളിവ് കിടക്കുക. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ സഹോദരികൾ ഇവിടെ നമ്മുടെ കൂടെ. ഇനി മാത്രമല്ല, പൗലോസ് ഡമസ്കസ് വെച്ച് ദർശനമുണ്ടായി. ചില ദിവസം കഴിഞ്ഞ് അറബിയിലേക്ക് പോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അത് പ്രാപിച്ചു കഴിഞ്ഞ് വീണ്ടും യെരൂശലേമിൽ കേബാവിനെ മുഖപരിചയം ഒന്ന് കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പദമുണ്ട്, കർത്താവിന്റെ സഹോദരനാകുന്ന യാക്കോബിനെ അല്ലാതെ. അങ്ങനെ കർത്താവിന്റെ സഹോദരൻ, അങ്ങനെ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഗലാത്യ ലേഖനം 1:19 ഒന്ന് വായിച്ചേ. ഈ പറയുന്നതൊക്കെ പുസ്തകത്തിലാണെന്ന് അറിയണം, അതിനാ വായിക്കും. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ, കർത്താവിന്റെ സഹോദരനാകുന്ന യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തനെയും കണ്ടില്ല, വേറെ ആരെയും കണ്ടില്ല. അപ്പൊ കർത്താവിന്റെ സഹോദരനാകുന്ന യാക്കോബ്, ആ യാക്കോബിനെ മർക്കോസ് 6 പറഞ്ഞത് യാക്കോബ്, യോസേ, യൂദ, ശിമോൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ഈ യൂദ ഈടുറ്റ ലേഖനമായി എഴുതിയിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയാം, എപ്പോഴും പറയുന്ന ഒന്നുകൂടെ പറയാം. ഈ യൂദായുടെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല മനോഭാവമാണ്. തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മളെ യൂദായുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ആയിരിക്കും.
ദൈവത്തിന്റെ അനിയനാകുന്ന യൂദ. കാരണം യേശുക്രിസ്തു ദൈവമാണ്. അപ്പൊ പിന്നെ കുറച്ചുകൂടെ അതായിരിക്കും എഫക്റ്റ്. ഏതാ? ദൈവത്തിന്റെ ഓൺ ബ്രദർ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? യൂദായുടെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസൻ. ഞാനെപ്പോഴും പറയും, നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് നന്നാകുന്നത് നല്ലതാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ, നമ്മൾക്ക് ചിലർക്ക് കൈ കൊടുക്കാൻ അങ്ങോട്ട് മനസ്സില്ല, സംസാരിക്കാൻ അങ്ങോട്ട് മനസ്സില്ല, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോവുകയില്ല, പോയാൽ തന്നെ മുഴുവൻ സമയം അവിടെ ഇരിക്കത്തില്ല. ഭക്ഷണം ഉണ്ടെന്ന് കേട്ടാൽ അന്നേരം നേരത്തെ മുങ്ങും. കാരണം അവിടെ നിന്ന് കഴിക്കാൻ ബുദ്ധിമുട്ട് ചിലർക്ക്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. കൈ കൊടുക്കാൻ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി. വലിയ വലിയ പ്രസംഗകരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൈ കൊടുക്കാനൊക്കെ എന്തോ ബുദ്ധിമുട്ട്, സംസാരിക്കാനും വലിയ ബുദ്ധിമുട്ട്. അവരുടെ ഭാവവും എന്തുവാണെന്നോ എനിക്കറിയാം. ഭയങ്കര, എനിക്കൊന്ന് കനശാലികളായിരിക്കും. അതാന്ന് തോന്നുന്നു. നമുക്ക് കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ല, അവർ സൂത്രക്കാരുമുണ്ട്. ചില കാശും പുത്തനും ഉള്ളവരൊക്കെ ആണ് അവർ കൈ കൊടുക്കുകയും നിന്ന് വർത്താനം പറയും. അരുവക്കാരാന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാം, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അതെ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറ, എന്നെയും കൂടെ പ്രതിയാക്കിയായി പറ. എന്റെ നിങ്ങളുടെയൊക്കെ മനോഭാവം കുറച്ചുകൂടെ നന്നാകുന്ന നല്ലതാ. അതെ, നമ്മളെല്ലാരും അങ്ങനെയൊക്കെ ചിന്താഗതിയാ. പക്ഷെ യൂദായുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസനാ. ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞ ചങ്ങ് വിടാം. മനോഭാവം ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ ദൈവദാസനെ. 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾ മനോഭാവം കണ്ടോ? പ്രിയരെ, നമുക്ക് പൊതുവുള്ള രക്ഷയെ കുറിച്ച്, പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബക്കാർക്കെല്ലാം കൂടെ ഒരു രക്ഷയും, കുടുംബക്കാരല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ. അങ്ങനല്ല. നമ്മുടെയൊക്കെ സഭകളിലെ കുടുംബവാഴ്ചയാണല്ലോ മിക്കയിടത്തും. ചേട്ടൻ സെക്രട്ടറി, അനിയൻ ട്രഷാർ, വെമ്പള സോദരി സമാജത്തിന്റെ ആള്, ഇവിടെ അനിയത്തി ട്രഷാർ, ചെറുക്കം PYPയുടെ ആള്, തമ്പേർ അടിക്കുന്നത് വല്യപ്പൻ. തുടങ്ങിയ കാലം മുതൽ ഒരു തമ്പേർ പുള്ളിക്ക് കൊടുത്തിരിക്കുക. അത് കൊടുത്തില്ലേ പുള്ളി യോഗത്തിനും വരിക, പിണങ്ങിപ്പോവും. ഒടുവിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നത് ഉപ്പാപ്പൻ. ഒരു സ്ഥലത്ത് ചെന്ന് പറഞ്ഞു, അപ്പാപ്പൻ പ്രാർത്ഥിക്കും, അപ്പാപ്പി ആശീർവാദം പറയും. എല്ലാ അപ്പാപ്പനും അപ്പാപ്പിയാണ്. അപ്പാപ്പൻ പ്രാർത്ഥിക്കും, അപ്പാപ്പി ആശീർവാദം പറയും. അച്ചായൻ ഭക്ഷണത്തിന് വേണ്ടിയും എല്ലാവരും തന്നെ. കോഴിയമ്മ നെല്ല് വറുക്കാൻ പോയി, കോഴിയമ്മ തന്നെ കൊണ്ടുവന്ന്, കോഴിയമ്മ തന്നെ അത് കുത്തി, കോഴിയമ്മ തന്നെ അത് പൊടിച്ചു, കോഴിയമ്മ തന്നെ അപ്പം ഉണ്ടാക്കി, കോഴിയമ്മ തന്നെ. പണ്ട് സ്കൂളിൽ പഠിച്ചതാ. അതെ, എല്ലാം കോഴിയമ്മ സഭയാ. നിങ്ങൾ പിണങ്ങാനൊന്നും പറഞ്ഞതല്ല. ഇത് മനോഭാവം നിങ്ങൾ നോക്കിക്കേ. യാക്കോബും യോസേം യൂദയും ശിമോനും ഞങ്ങളെല്ലാം കുടുംബക്കാരാ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. ഞങ്ങളൊരു വീട്ടുകാരാ. ഞങ്ങൾക്കൊരു പ്രത്യേക രക്ഷയും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷ. അങ്ങനല്ല പറഞ്ഞേ. പ്രിയരെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു രക്ഷ. അത് പൊതുവിലുള്ള രക്ഷ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം. ഇന്ന് രാത്രി മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇത് സുപ്രധാന കാലമാ. ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുത്ത് വേണം ഈ ഗ്രൗണ്ട് വിട്ട് നീ തിരിച്ചു പോകാൻ. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിക്ക്, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. പൊതുവിലുള്ള രക്ഷ. പൊതുവിലുള്ള രക്ഷ. നല്ല മനോഭാവമാണ് ദൈവത്തിന്റെ മകത്ത്. ഇനി യൂദയുടെ ലേഖനത്തിൽ
ഇതിനകത്ത് വേറൊരു വിഷയം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം, ഞാനിത് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കും, അതെ ഞാനൊന്ന് ഓർപ്പിക്കുന്നല്ലേ, അതാ ഓർപ്പിക്കുക, ഞാനും ഓർപ്പിക്കുക. ഈ വേദപുസ്തകം 66 പുസ്തകം 40 എഴുത്തുകാർ ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടാണ് എഴുതി തീർത്തത്. ഞാനിങ്ങനെ പറയുന്നത്, 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 വിഷയം യൂദായ്ക്ക് വെളിപ്പെട്ടു. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനമായ 2 വിഷയം യൂദായ്ക്ക് വെളിപ്പെട്ടു. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ അല്ല, അതിന്റെ 9-ാം വാക്യമല്ലേ? അത് തന്നെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. വിശദീകരിക്കുന്നില്ല. മോശയുടെ ഉയർപ്പും പിശാചിന്റെ വാദവും പ്രധാന ദൂതന്റെ വരവും 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. യൂദായ്ക്കാ വെളിപ്പെട്ട്. അതാ ഞാൻ പറഞ്ഞ ലേഖനം ഈടുറ്റ ലേഖനമാണ്. ഈ ലേഖനത്തിൽ നിന്നാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. മോശയുടെ ശരീരത്തെ പറ്റി ഉയർപ്പിക്കാൻ നേരത്ത് വ്യാജ് വന്നെന്നും തർക്കം ഉണ്ടായെന്നും പ്രധാന ദൂതൻ മീഖായേല് വന്നെന്നും പ്രശ്നമായിരുന്നെന്നൊക്കെ ഈ ലേഖനത്തിൽ കൂടാ പഠിക്കുന്നത്. അവർക്ക് ഈടുറ്റ ലേഖനമായത് മാത്രമല്ല. 14-ാം വാക്യം വായിച്ചേ. ആദാം മുതൽ ഏഴാമനായ ഹനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. എല്ലാവരെയും വിധിപ്പാൻ അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട ഭാവികൾ തന്നെ നേരെ പറഞ്ഞ സകല നിട്ടൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചു. യൂദായ വെളിപ്പെടുത്തിയേക്കുന്നു. ഹാനോക്കിന്റെ പ്രവചനം ഉൽപ്പത്തി പുസ്തകത്തിലില്ല. ഹാനോക്കിനെ പറ്റി 2-3 സ്ഥലങ്ങളില്ല പരാമർശം. 1 ഉൽപ്പത്തി പുസ്തകത്തിലും 2 എബ്രായ ലേഖനത്തിലും 3 യൂദയുടെ ലേഖനത്തിലുമാണ്. അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രവചിച്ചതായിട്ടില്ല, നടന്നുണ്ട്. എബ്രായ ലേഖനത്തിലും പ്രവചിച്ചെന്നില്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുണ്ട്. പക്ഷേ ഹാനോക്ക് പ്രവചിച്ചെന്നും പ്രവാചകനായിരുന്നെന്നൊക്കെ യൂദായ വെളിപ്പെടുത്തിയേക്കുന്നത്. ഈടുറ്റ ലേഖനമാണ്. ഹാനോക്കിന്റെ പ്രവചനം ഇതായിരുന്നു: 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു. അതും ശരിക്കും വചനം പഠിച്ചാൽ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയെ പറ്റി പോലും ആരും പറയാതിരുന്ന കാലത്താ ഹാനോക്ക് കർത്താവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടമാ പറഞ്ഞേ. ഈടുറ്റ ലേഖനമാണ്. ആദ്യത്തെ വരവിനെ പറ്റി പോലും ആരും പറയാതിരുന്ന കാലത്ത് ഹാനോക്ക് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം, അത് 1000 വിശുദ്ധന്മാരുമായിട്ട് വന്നിരിക്കുന്നു. അത്ര ഈടുറ്റ ലേഖനമായത്. ദൈവത്തിന് മഹത്വം. ഈ ലേഖനം യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ എഴുതി. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ലേഖനത്തിന്റെ ആ ഭാഗം അങ്ങ് വിടാം. നമുക്ക് സമയം എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഇപ്പം നിർത്തണം. നിർത്തട്ടെ, നിർത്തട്ടെ. അവര് വല്ലതും സമയം വല്ലതും പറഞ്ഞു? എന്നോട് ഒന്നും പറഞ്ഞില്ല. ജയ്മോനെ എപ്പം നിർത്തണം? ജയ്മോനെ നിങ്ങളല്ലേ അവിടെ പോയി? ഞാൻ നിർത്തട്ടെ? നിർത്തണോ നിർത്തണ്ടയോ? ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും. അങ്ങനെ ആട്ടെ. ദൂരെയൊക്കെ പോകേണ്ടവരാ ദൈവമേ, വണ്ടിയൊക്കെ. പിന്നെ 2 കാര്യം ഇവിടെ പറഞ്ഞു നിർത്താൻ. ഈ യൂദായുടെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും ക്രമത്താലെ വായിച്ചേ. 1-ാം വാക്യം: യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും ക്രിസ്തുയേശുവിനാൽ സൂക്ഷിക്കപ്പെട്ടു. അവിടെ സൂക്ഷിക്കപ്പെട്ടെന്നൊരു പദമുണ്ട്. 6-ാം വാക്യം:
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാത്തിന് വിധിക്കാൻ എന്നെ കുറിച്ച് അങ്ങനെ ഇട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു, അവിടെ സൂക്ഷിച്ചു. 13-ാം വാക്യം. തങ്ങളുടെ നാണക്കേട് നുറിച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സൂക്ഷിച്ചു, അവിടെ സൂക്ഷിച്ചെന്നുണ്ട്. 21. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചും നിത്യജീവന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹം നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സൂക്ഷിക്കുക. 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു മതി. അപ്പം അത്ര വാക്യത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ 1-ാം വാക്യം, 6-ാം വാക്യം, 13-ാം വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യം. ഈ വാക്യത്തിലെല്ലാം കൂടെ സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണേ. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഉരുണ്ട് വീടരുത്. വണ്ടി ഓടിക്കുമ്പോഴും ശാശ് മുഴുവനത്തോടെ പൊരുതുക. സൂക്ഷിക്കണം. നമ്മൾ തോറ്റെന്ന് മറ്റേ വണ്ടിക്കാരൻ പറയാം, അങ്ങനെ ഇരുന്നോട്ടെ, അവൻ ചിലപ്പോൾ കീന്നൊരു ഓണും അടിക്കും. തോപ്പിച്ചിടാണ്. തോക്കുന്ന നല്ലത്. സൂക്ഷിച്ചോണം. കൊണ്ട് വട്ടം വെക്കരുത്. വണ്ടിയെ കയറുമ്പോഴും സൂക്ഷിക്കണം, ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. വണ്ടി ഓടിക്കുന്നവരും എടുക്കുന്നവരുത് പ്രാർത്ഥിക്കണം. വീട്ടിൽ കൊണ്ട് ഇടുമ്പോൾ ഇട്ടേച്ചോടരുത്, പ്രാർത്ഥിച്ചേച്ചിറങ്ങണം. സൂക്ഷിക്കണമെന്ന്. സ്തോത്രം. എല്ലാവരും സൂക്ഷിക്കണം. മൊബൈലുമൊക്കെ സൂക്ഷിച്ചോണം. താഴെ വീടുന്ന കാര്യമല്ല. ആവശ്യമില്ലാത്ത കോള്, സംസാരം, ഹായ് എന്നൊക്കെ ആദ്യം വരും. സൂക്ഷിക്കണേ. എല്ലാവരും സൂക്ഷിക്കണം. എല്ലാവരും, ഞങ്ങളും നിങ്ങളും എല്ലാവരും സൂക്ഷിക്കണം. മക്കളെ സൂക്ഷിക്കണം. താഴെ വീടരുത് കേട്ടോ. എല്ലാവരും സൂക്ഷിക്കണം. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കുക. വല്ലാത്ത ലോകത്തിലാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നേ. ഞാനെപ്പോഴും പറയും, അമ്മമാര് പെമ്പിള്ളേരെ ഒന്ന് സൂക്ഷിക്കണം. വേണ്ടേ? പിന്നെ അവക്ക് കോള് വരുമ്പോ ആരാന്നൊക്കെ അമ്മയൊന്ന് ശ്രദ്ധിക്കണം. രാത്രി അടക്കി വർത്താനം പറയുകയും ഏറെ നേരം വർത്താനം പറയുകയും ഇടയ്ക്കിടയ്ക്ക് അവള് പമ്മി പറയുകയും സൂക്ഷിക്കണം. ആരാന്ന് അമ്മ എങ്ങനെ സൂക്ഷിക്കാൻ? അമ്മയ്ക്ക് 3 കോളാ വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ എങ്ങനെ സൂക്ഷിക്കാനാ? അമ്മ അവളെ സൂക്ഷിച്ചായി സംസാരിക്കുന്നു. അപ്പനും സൂക്ഷിക്കണം. സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. അപ്പനും സൂക്ഷിക്കണം, അമ്മയെ സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കണം, ആരാടി സംസാരിച്ചേ? അവള് ചിലപ്പോൾ പറയാം, എൻ്റെ ഫ്രണ്ട് കെസിയ. എന്തോ അവള് ചോദിച്ചു ഇത്ര നേരം? അവളെ ഡൗട്ട് ചോദിച്ച. എന്തോ ഡൗട്ട്? അത് മാത്സിന്റെ ഡൗട്ട്. പിന്നെ ഞാൻ നമ്മുടെ ഒരു ഉപദേശത്തോട് ചോദിച്ചു, പിള്ളേരൊക്കെ എങ്ങനെ മാത്തമാറ്റിക്സ് ആണ് പിള്ളേര്. പുള്ളി നല്ല സ്നേഹപരമായിട്ടാണ് പറഞ്ഞു. പിള്ളേരെല്ലാവരും സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണം. ആരോടാ സംസാരിക്കുന്നത്? അപ്പനോട് എങ്ങനെ സംസാരിക്കണം? സൂക്ഷിക്കണം. ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം? സൂക്ഷിക്കണം. ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം? സൂക്ഷിക്കണം. പ്രായമുള്ളവരോട് എങ്ങനെ സംസാരിക്കണം? സൂക്ഷിക്കണ്ടേ? 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതല്ല നിന്നെ ജനിപ്പിച്ച് വളർത്തിയ അപ്പൻ. കൂന്താലി എടുത്ത് കളച്ചാ നിന്നെ വളർത്തിയത്. നിലാമ്പട്ടത്തും കളച്ചു. ഹൈറേഞ്ച് ആയതുകൊണ്ട് പറയാം, ഏലത്തോട്ടത്തിലൊക്കെ പോയി പണിയെടുത്ത് നന്നായിട്ട് എല്ല് മുറിയെ. ഇപ്പൊ പ്രായമായി. നിനക്ക് ഇച്ചിരി പുത്തനായി നിന്റെ പിള്ളേർ ഇച്ചിരി വിദേശത്തൊക്കെ പോയി വീടുമൊക്കെ വെച്ച് ഇച്ചിരി അപ്പനെയും അമ്മയും ഷൗട്ട് ചെയ്യരുത് കേട്ടോ. അപ്പം വിളിയ ചോദിക്കട്ടെ ഉണ്ടാതിരേ പറയരുത്. വിളിക്കുമ്പോ ചോദിക്കണേ, എന്തോ അപ്പച്ച എന്താ ചെയ്യണ്ട? മനസ്സിലാകുന്നുണ്ടോ? സൂക്ഷിക്കണം. പ്രായമുള്ളവരോട് എങ്ങനെ സംസാരിക്കണം? മുതിർന്നവരോട്, മൂത്ത സ്ത്രീകളോട്, അമ്മമാരോട്, പെങ്ങന്മാരോട്, സഭാവിശ്വാസികളോട്, കൂട്ടുവേലക്കാരോട്, ഇതൊക്കെ സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണം. അയലത്തുകാരോട്, സ്നേഹിതരോട്, ദേശത്തോട്, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ?
എനിക്കിതൊക്കെ നിന്ന് നന്നായിട്ട് പറഞ്ഞാൽ കൊള്ളാന്നുകൊണ്ട് അങ്ങ് അടങ്ങുക, പറയുന്നില്ല. എല്ലാവരും സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു സഭയിൽ ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ മീൻ മേടിക്കാൻ ചന്തയിൽ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. നീ ദൈവ പൈതല, ഇഷ്ടമില്ല മേടിക്കണ്ട, അല്ലേ? സംസാരം വളരെ സൂക്ഷിക്കണം. ഓട്ടോ പിടിക്കുമ്പോൾ ഓട്ടോ കണ്ടു വെക്കാം, എൻ്റെ വീടിനടുത്താ, കൃത്യ സ്പോട്ട് പറഞ്ഞു കൊടുക്കണം. എത്ര രൂപയാകും? രാത്രി ചോദിക്കണം. ചിലർ പറയും സാറ് കയറിക്കോ, സാറേന്ന് വിളിച്ചപ്പോൾ ഇവനെ ഇളകി. ഇന്ന് വരെ സാറേന്ന് ആരും വിളിച്ചിട്ടില്ല, വേറെ വിളിയാ വിളിച്ചേക്കുന്നത്. ചാടി കയറരുത്, ചോദിക്കണം. എൻ്റെ വീടിനടുത്ത എത്ര രൂപയാകും? അപ്പൊ അദ്ദേഹം പറയും ഇത്ര രൂപ. പോയാട്ടെ. സാറ് കയറിക്കോളാൻ പറഞ്ഞു. സാറുണ്ടെ കയറി നല്ല വിരിഞ്ഞിരുന്ന് ഇവിടെ വന്നപ്പോൾ അവൻ ചോദിച്ചു എത്രയാ? ഉദാഹരണമാ. അവൻ പറഞ്ഞു 300. 300? ഇവിടെ വരെ വരുന്നതിനോ? 300. ഞാൻ തരത്തില്ല. ഉടനെ അവൻ മേടിക്കും. ഉടനെ നമ്മൾ ചുണയുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറയാം തങ്കമ്മയെ ടോർച്ചെടുത്തോളാൻ. അവനെന്നാലും ആ ടയർ മുറുക്കുന്ന കമ്പി ഇങ്ങോട്ട് എടുക്കും. മനസ്സിലാകുന്നുണ്ടാവല്ലോ. പിന്നെ അവൻ്റെ മുതുപാതിരാക്കി 8 നാടും പൊട്ട 2 ഡാഷ് അപ്പുറത്തുകാർ ലൈറ്റ് ഇട്ട് അവരും നോക്കി. എല്ലാ കാര്യവും ഉണ്ടോ? സൂക്ഷിക്കണം. ഉദാഹരണമായി പറയുന്നത് എല്ലാവരും സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം സൂക്ഷിക്കുക എന്നുള്ളതാണ്. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്ത് 1-2 കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി മെസ്സേജ് നിർത്താം. 3-4 വാക്യമാണ്. അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, പോരാടണം. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഞാൻ നിങ്ങൾ പോരാടണം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. എന്റെ ഭാഷ പറഞ്ഞ കളിക്കളത്തിലല്ല. അതുകൊണ്ട് ലാഘബുദ്ധിയോടെ അലസചിത്തരായി ഉദാസീനതയോടൊന്നും നിൽക്കരുത്. ഞാനും നിങ്ങളും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമെതിരെ പോരാടുവാൻ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പോരാടണം. എന്തിനോടൊക്കെ പോരാടണം? പൗലോസ് പുറത്തൊരു പറയുകൊണ്ട് നല്ല പോർ പൊരുതുക. നല്ല പോർ പൊരുതണം, നിന്ന് പോരാടണം. അങ്ങനെയൊക്കെയാ പദം. എന്തിനോടൊക്കെ പോരാടണം? കമ്പിവാചകം പോലെ വിശദീകരിക്കുന്നില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ അവൻ പാപത്തോട് പോരാടമോചനമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപത്തോട് പോരാടണം. പോരാടണമെങ്കിൽ അതിന്റെ മുകളിൽ 2 പദമുണ്ട്. ഒന്ന്, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ ഒരു പദമുണ്ട്. വായിച്ചേ ദൈവദാസനെ. ആകയാൽ സാക്ഷ്യം ഇത്ര വലിയൊരു സമൂഹം നമുക്ക് നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടോടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കണം. പോരാടുന്നവരെ യേശുവിനെ നോക്കണം. അതിനാ
യേശുവിനെ നോക്കിയാൽ കാണാൻ കൊള്ളാവുന്നവനാ. ഒരു തല, രണ്ട് കയ്യ്, രണ്ട് കാല്, അതുപോലെ ഇനിയൊക്കെ യോഗത്തിന് വരുമ്പം നേരത്തെ വന്ന് ഫ്രണ്ടിൽ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു യോഗ്യനാ, കാണാൻ കൊള്ളാവുന്നവനാണ്. നോക്കിക്കേ, ഇവിടെ പള്ളിയിൽ വന്നവരെല്ലാം നോക്കി കണ്ണ് പറിക്കുന്നില്ല. എല്ലാവരുടെയും എന്തോ മുഖശോഭയാ. വിവരിക്കുന്നില്ല, വാക്യങ്ങൾ ഒത്തിരി എടുക്കാനുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യവും, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അങ്ങോട്ട് വർണ്ണിച്ചാൽ എന്തോ ശ്രേഷ്ഠനായ യേശു. മത്തായിച്ചൻ പാടിയ ഒരു പാട്ടിന്റെ ഒരു വരി പാടാ, അല്ല ഇന്ന് ഒരു വരിയാ മൊത്തം. പണ്ട് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കവിതയെല്ലാം ചെറുതല്ലേ. പുള്ളി പണ്ട് കൊല്ലത്തൊണ്ടൊരു വാടി, വാടിയിലുണ്ടൊരു വാടി, വാടിയെല്ലാം വാടി. കൊല്ലത്തൊണ്ടൊരു വാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വാടിയിലുണ്ടൊരു വാടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടെന്ന്. വാടിയെല്ലാം വാടി, എന്ന് പറഞ്ഞ പോലെ ഇന്നെല്ലാം ഒരു വരിക. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന മത്തായിച്ചൻ കൊടുത്തൊരു വരിക. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ മത്തായിച്ചൻ കണ്ടേ ചെടിയിരിക്കുക. കോണ്ടിസൂരി പ്രഭയേറും രാജരാജ ദൈവത്തിന് മഹത്വം. അവിടുത്തെ മുഖത്ത് നിന്ന് തൂകും നന്മധു. ഓ, പൂരത്തിൽ അമ്പേ ലയിക്കുന്നു ദിവ്യജ്ഞാനികൾ. നിന്റെ നന്മൊഴി ഗതി കണ്ണകി 11 പ്രാണികൾ ഉന്മയറിയുന്നതില്ലേ മാനികൾ. പുഷ്പപൂർണമായി വിളങ്ങു തൽപ്പമെന്ന പോലെ ഭൂമി ഇപ്പോഴെ കാണുവതിന്നു കൽപ്പശാഖിയിൽ ഉത്ഭവിച്ചു വിടർന്നു വിലസിട്ടും പരിശുദ്ധരെ കാണുന്നതിന് രംഭിതേശാൽ മനോഹർ സംഭരിത എന്ത പൂർണ്ണ കുംഭമേ ഏഴുന്നു വാരി നീയെ സാത്താൻ സംഭ്രമി ചുടനോട്ടിട്ടു പടിവൻപട രൂപത നീയും അവിടുത്തെ മുഖത്ത് നിന്ന് തേനിച്ചിട്ട് വീടുന്നെന്ന്. അതാ അവിടുത്തെ ശോഭ. കാണാൻ കൊള്ളാവുന്നവനാ, ദൈവത്തിന് മഹത്വം. അവനെ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കണം. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചാൽ പദം മാത്രം ആയിരിക്കും. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നോക്കുക. നോക്കണം. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹമുണ്ട്, അവരെ നോക്കേണ്ടത് യേശുവിനെ നോക്കണം. കാണാൻ കൊള്ളാവുന്നവനാ, അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ, അനുഗമിക്കാൻ കൊള്ളാവുന്നവനാ, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള വേറൊരുവൻ ഇല്ല. പാടാൻ വയ്യ, അതുകൊണ്ട് അവനൊപ്പം പറയാൻ ആളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ലെന്നാ.
CS പാടിയത് എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഒരുത്തനെ കാണുന്നില്ല. പിന്നെയും CS പാടുക 10,000 പേർകളിൽ പരമസുന്ദരൻ. പരമസുന്ദരൻ. നമ്മളെല്ലാം സുന്ദരനാന്ന് പറഞ്ഞ ഞാൻ മനസ്സിൽ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ സുന്ദരൻ യേശു മാത്രമാണ്. ബാക്കി സകല എണ്ണത്തിനും അപാകതകളാ. നമ്പിയാര് പണ്ട് ഫലിത സാമ്രാട്ടല്ലയോ കലക്കത്ത് കുഞ്ഞൻ നമ്പിയാര് പുള്ളി എഴുതി, 1,00,000 മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണം ഒത്തവൻ 1 2 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത് 1. നമ്മളെല്ലാം നല്ലതാണെന്നും പറഞ്ഞാൽ ഈ മസിൽ പിടിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിനെ കാണാൻ കൊള്ളുന്നത്. 1,00,000 മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണം ഒത്തവൻ 1 2. ഒരുത്തനെ പറ്റി പറയാം, അക്ഷരം 56 അറിയാം, 1,00,000 ശ്ലോകം കുറയാതറിയാം, വിക്കികൾ കൊണ്ടത് പറയാൻ വകിയ. ശ്ലോകമെല്ലാം അറിയാം, പക്ഷെ മുഴുവൻ വിക്കാം. കൃഷ്ണൻ ഭൂതന എന്ന് പറയുമ്പോൾ നേരം വിളക്കും. പണ്ടൊരാളോട് ചോദിച്ചു എപ്പോഴും വിക്കുണ്ടോന്ന്. പുള്ളി പറഞ്ഞ് സംസാരിക്കുമ്പോഴേ ഉള്ളെന്ന്. ചുമ്മാ എന്തിനാ വിക്കിയിരിക്കുന്നേ? അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന്. ഒരു തള്ള എന്നോട് ചോദിച്ചാൽ തൊണ്ട എന്നെ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അവർക്കാണ് അറിയേണ്ടത്. വേറൊരാൾ പറഞ്ഞ് പാടുന്നില്ല, എന്തിനാ കിടന്ന് കാറുന്നെന്ന്. പാടുക എന്ന് പോലും അവർ പറഞ്ഞില്ല. എന്തിനാ കിടന്ന്? കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമാണ്. എന്നാൽ കുഴപ്പമില്ലാത്ത ഒരുവനുള്ളൂ, യേശു. അപ്പൊ 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത്. നമ്പിയാരോട് തന്നെ കഷണ്ടിക്കാരനെ കണ്ടു പറയാ, ചുടുവയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം. ഉച്ചയ്ക്ക് പുള്ളി കഷണ്ടി ചെയ്യാൻ പോയപ്പോൾ പറയാ, ഇപ്പം നെല്ലിട്ട് കൊടുത്ത പടപടപടപടാന്ന് നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. നല്ല ജാതിയിലും കുടുംബത്തിലാണ്, പക്ഷെ എഴുത്തും വായനയും കട്ടപ്പനയ്ക്ക് പോയതാ. അവൻ ചെന്നിറങ്ങിയത് നെടുമ്പാശ്ശേരില്ല, എടുത്തറിയാമേ, വേറെ വണ്ടി കയറിപ്പോയി. പണ്ടൊക്കെ കളറ് കണ്ടു പോകുന്ന ആൾക്കാരുണ്ടെന്ന്, പച്ച കളറിലെ വണ്ടി. ഒരു തള്ള കൊച്ചിനെയും കൊണ്ട് കുമളിയിൽ നിന്ന് ചാനാശ്ശേരിക്ക് വരിക, നമുക്ക് വേണ്ടപ്പെട്ട തള്ളയാ. ഒരു കൊച്ചിനെ അവിടെ എടുത്തേച്ച് ഒരു കൊച്ചിനെ മൂത്രം ഒഴിക്കാനങ്ങാണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നപ്പോൾ അവന് 2 സാധിക്കണം. അപ്പം അവനെ അവിടെ തള്ള ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവനെ പച്ചവണ്ടി അവിടെ കിടപ്പുണ്ട്. പിന്നെ വന്ന വണ്ടി അങ്ങ് പോയി. എഴുത്തും വായന അറിയാൻ മേല, തള്ള നിന്ന് അതിലേക്കൂടെ വണ്ടി പോയത്. അപ്പം നോക്കുമ്പോഴല്ല ഒരു പച്ചവണ്ടി. തിരിച്ചു വന്നപ്പം കൊച്ചു കുട്ടിക്കാനത്തായി. എന്നാ ചെയ്യാൻ, തമാശ പറഞ്ഞതല്ലെന്ന്. അപ്പോ നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം. ഒരുത്തനെ പറ്റി പറയാ, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനതമൊക്കെയുമുണ്ട്. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, 2ാം വാക്കിന് കയറിയടിക്കും. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടെന്നാൽ ഊനമില്ലാത്ത, കുഴപ്പമില്ലാത്ത, അപാകതയില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവനാ യേശു ക്രിസ്തു മാത്രം. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. അവിടുത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, സൂക്ഷിച്ച് നോക്ക്. മാത്രമാണോ പാപത്തോട് പോരാടുമ്പോൾ യേശുവിനെ നോക്കണം. മാത്രമല്ല ധ്യാനിക്കുകയും ചെയ്യണം. അവിടെ ഒരു പദമുണ്ട്, ധ്യാനിക്കണമെന്ന്. വായിച്ചു, അതുകൊണ്ട് വായിക്കും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളെ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. ഒന്ന് നോക്കണം, 2 അവിടുത്തെ ഒന്ന് ധ്യാനിക്കണം. നോക്കി ധ്യാനിച്ചേച്ച് പാപത്തോട് പോരാടിക്കേ, നിനക്ക് ജയമാ. യേശുവിനെ നോക്കി, യേശുവിനെ ധ്യാനിച്ചേച്ച് നീ പാപത്തോട് പോരാട്, നിനക്ക് ജയമുണ്ടെന്ന്. പോരാടണം. വാക്ക് നിർത്തുക. ദൈവത്തെ നിങ്ങളുടെ ചിന്ത ഇപ്പൊ ചെല്ലി എനിക്ക് കിളക്കം തുടങ്ങിയതേ ഉള്ളെന്ന്. ഇല്ലില്ല, നിർത്തി. കൊടുത്തു, കൊടുത്തു, നിർത്തി. ചെല്ലം അങ്ങനെ പറയാ, ഇളയതേ ഉള്ളു കേട്ടോ, മിക്കാറ് ഇന്ന് നിൽക്കുമെന്ന്. ഇല്ലില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. പോരാടണം. എന്തിനോടൊക്കെ? ഒന്ന് പാപത്തോട് പോരാടണം. വാക്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. യാക്കോബിന്റെ ലേഖനം 4:7 പഠിക്കുമ്പോൾ പിശാചിനോട് പോരാടണം. പിശാചിനോട് എനിക്കും നിങ്ങൾക്കുമെതിരെ അദൃശ്യ ശക്തിയുണ്ട്. പോരാടണം. പോരാടുമ്പോഴേ സർവായുധവർഗം ധരിച്ചു വേണം പോരാടാൻ. ചുമ്മാ നിന്ന് പോരാടരുത്. ആദ്യത്തേത് ആ സത്യം. സത്യമില്ലാതെ വ്യായനെ ഇറക്കാൻ ചെന്ന ഉപദേശിയുടെ പിള്ളേരുടെ ദേഹത്ത് കയറിയതുപോലെ സ്കേവ
കൊടുത്ത തുണി പോലും ഇല്ലാതെ അവന്മാർ ഓടിയ ഓട്ടം. രാജു പറഞ്ഞു, പൗലോസിനെ ചോദിച്ചു, നീ ആരാടാന്ന് ചോദിച്ചു. ആടി കയറി ഒരു പിടിയോ, ഞാൻ പറയുന്നില്ല, പിടിച്ചവനെയെല്ലാം വലിച്ച് താഴെയിട്ട് പിന്നെല്ലാം ജൗളിക്കടയിൽ പോയ ചാതിരിച്ച്. മനസ്സിലായോ? ഇവിടെ അന്ന് ജൗളിക്കട ഉണ്ടോന്ന്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇത് പോരാടുമ്പോൾ സർവായുധവർഗം ധരിക്കണം, സത്യം അരക്ക് കെട്ടണം, സത്യം പറയണം. ജീവൻ പോയാൽ ചിലർ സത്യം പറയുകയല്ല. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, ചോദിക്കുന്നതിന് നേര് പറയുകയല്ല, പറയത്തില്ല. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുമ്പം അത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കഴിക്കുന്നതല്ലല്ലോ. ഇവനെ എന്നാ ചെയ്യണം പറ? കഴിച്ചോ? ഇല്ല. കഴിച്ചു. ഇതല്ലേ അതിന്റെ മറുപടി? എന്ത് ചെയ്താ പറയുകയല്ല, മുഴുവൻ വളച്ചു കേട്ടാ. വണ്ടി പുതിയതെടുത്തോ, വണ്ടി എടുത്തെങ്കിലും ഇപ്പം എടുക്കുന്നതല്ലല്ലോ വിഷയം. എടുക്കുന്നതോ അല്ല, ഇപ്പൊ എടുത്താൽ എന്നാ, എടുത്തില്ല, എടുത്തത് കൊണ്ട് കുഴപ്പം. എടുത്തെന്ന് പറഞ്ഞാൽ എന്നാ പയ്യാവേലിനെയൊക്കെ അങ്ങ് സഹിക്കുക, അല്ലാതെ എന്നാ ചെയ്യാനാ? എന്നോ ചെയ്യും, സത്യം പറയുകയല്ല. സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങണം. എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കണം. ഇത് സത്യത്തിന്റെ ആത്മാവാ. ആ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. പെടല് പോകുന്ന വിഷയമാണെങ്കിലും പറഞ്ഞാന്ന് പറയണം. ഈ നമ്മുടെ ഇടയിൽ ഒരു കുഴപ്പടി എന്നാന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കൊപ്പിക്കും. മേരിക്കുട്ടി, ഞാൻ പറഞ്ഞാലും പറയരുത്. എന്നാ മേരിക്കുട്ടി, ഞാൻ പറയൂ അമ്മാമ്മേ, എൻ്റെ കഴുത്തറുത്താ ഞാൻ എൻ്റെ കഴുത്ത് ഒരു 50 പ്രാവശ്യം അറക്കേണ്ട സമയം കഴിഞ്ഞു. നീ കാരണം ഈ സഭയിൽ എന്തല്ലോ നാശം വരുന്ന. കുഴപ്പം എന്നാന്നറിയോ? കേൾക്കുകയില്ല ആരും, ഒരുത്തരും കേൾക്കുകയില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് സഭയിൽ, എൻ്റെ അടുക്ക വന്ന ആരുടെയും കുറ്റം പറയരുത്. പറഞ്ഞാൽ ഞാൻ സഭായുധത്തിന് എഴുന്നേറ്റ് പറയും, നീ വന്ന് ഇവന്റെ കുറ്റം മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞെന്ന് ഞാൻ നിങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ പറയും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് യോജിക്കുകയല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിച്ചാൽ ഏൽക്കുകയല്ല. അതുകൊണ്ട് എൻ്റെ അടുക്ക് ആരും ഒന്നും വന്ന് പറയുക. പറഞ്ഞാൽ ഞാൻ പറയും, അന്നേരം പറയും. ഇത് കേൾക്കാനാണോ നമ്മുടെ ചെവി? അതിനല്ല. ഇതിനകത്ത് വന്ന കുഴപ്പം എന്നാ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മിണ്ടുകയല്ല, പറയത്തില്ല. നല്ല ടോർപ്പിടെ ഒപ്പിച്ചു പമ്മിയിരിക്കും. ഇതൊന്നും ഇങ്ങനെ ചോദിച്ചേ, ഇനി ഒരെണ്ണം പറയുകയല്ല. ചോദിച്ചേ, അതിന് നമ്മളെ ആൾക്കാരെ കൂട്ടി ചോദിക്കുന്നത്? കൂട്ടി ചോദിക്കണം, ചോദിക്കണം. 2 പേരെ നിർത്തി കൂട്ടി ചോദിച്ചാൽ പിന്നെ പ്രശ്നം വരികയല്ല. ചോദിക്കാത്തതാ ഇത്രയും പ്രശ്നം. മനസ്സിലായോ? പിന്നെ വേറെ ഒരു കുഴപ്പടി എന്നാന്നറിയോ? പറഞ്ഞാൽ ഏക്കുകയല്ല. പറഞ്ഞാൽ ഏക്കാത്തതും ചോദിച്ചാൽ പ്രശ്നം. നീ മിണ്ടരുത് ആരുടെയും കാര്യം. അല്ലെങ്കിൽ പറയണം, ഞാൻ പറഞ്ഞതാ. പണ്ട് ഞങ്ങളുടെ ഒരു സഭയിലെ, ഞാനും ഉണ്ട് സഭായത്തിന്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് ഭാഷ പറഞ്ഞു. പണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, ആദ്യം എഴുന്നേറ്റ് നിരപ്പ്, ആർക്കെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും പരിഭവമോ ആണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, എനിക്ക് ആരോടും ഒന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. അതിനു മുമ്പ് ഒരു സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, എനിക്ക് ആരോടും ഒന്നുമില്ല, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും ഭാഗവാക്കാകുവാൻ താല്പര്യപ്പെടുന്നു, ചില ദിവസങ്ങൾ ഞാനും വേറിട്ടിരിക്കുന്നു, എനിക്ക് ആരോടും ഇരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു, പാസ്റ്ററെ കള്ളമാ, ഇവക്ക് എന്നോട് നല്ല വൈരാഗ്യമുണ്ട്, എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അവള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാനും പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ദൈവദാസൻ 2 പേരെ എഴുന്നേൽപ്പിച്ചപ്പോൾ കറക്റ്റാ. പിന്നെ അത് പറഞ്ഞ് പരിഹരിച്ചു. പിന്നെ അമ്മച്ചി പിന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് മുമ്പേ വരെ ഇവളോട് വൈരാഗ്യമായിരുന്നു, ഇപ്പം അത് മാറിയെന്ന് പറഞ്ഞു. അതാ വിടുതൽ. ഉള്ള കുരുക്കും കുഞ്ഞായ്മയെല്ലാം ഒപ്പിച്ച് വെച്ച് പറയാം, ദൈവനാമത്തിനുണ്ടാരെ നിന്നങ്ങ് കുടച്ചക്കരം കറങ്ങും പോലെ കറങ്ങാം, എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നോട് നിന്റെ വിളച്ചിലെല്ലാം നിർത്തണം. മനസ്സിലായോ? അങ്ങനെ പേടിയുള്ളവർ പറയരുത്. ആരാധിക്കാമെന്ന് ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, വീട്ടിൽ പോകണം, ഇത്രേ ഉള്ളൂ. സത്യം അരക്കി കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാനത്തിനുള്ള സുവിശേഷം കാലിന്, രക്ഷകരുടെ ശിരസ്സം പെറണം, ആത്മാവിന്റെ വാളെടുക്കണം.
താഴോട്ട് പഠിക്കുമ്പോ പോരാ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു വേണം പിശാചിനോട് പോരാടാൻ. Praise the Lord. പാപത്തോട് പോരാടണം, പിശാചിനോട് പോരാടണം. എഫേസ്യർ 6 വായിക്കേണ്ട 12 മുതൽ പഠിക്കുമ്പോൾ 4 ശക്തികളോട് പോരാടണം. റോമാലേഖനം, കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 10 പഠിക്കുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കി പോരാടണം. ഒരു പോർക്കളത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. പോരാടി ജയിച്ചവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകലത്തെയും ജയിച്ചവനെ ആരാധിക്കുന്നത്. പാപത്തെയും ലോകത്തെയും മരണത്തെയും പിശാചിനെ ജയിച്ച കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിനെ അധികം താമസിക്കാതെ വീണ്ടും വരും. എന്നിന് തിരുസഭയെ ചേർക്കാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ദൈവമായ യേശു, രക്ഷകനായ യേശു, ആ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, ഈ ലോകത്തിൽ എല്ലാത്തിനെയും പോരാടി ജയിച്ച് മുന്നേറുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പോരാടുന്നതിൽ ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.